യെസ്, വെൽക്കം ടു എജുപോഡ് +1 ചാനൽ. റെഡി? അപ്പോൾ ഞാൻ ഐദ ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ ദ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്? വേവ്സ് എന്ന ചാപ്റ്റർ കേട്ടോ. ഫിസിക്സിലെ 15ാമത്തെ ദ ലാസ്റ്റ് ചാപ്റ്റർ വേവ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വളരെ കുറച്ച് ടൈമിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു 1-1.25 എനിക്ക് തോന്നുന്ന ഒരു അത്രയും ഹവേഴ്സ്, ഒരു 1-1.5 മണിക്കൂർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ അടിച്ച് വലിച്ച് കുപ്പിയിലാക്കി തരും. ഓക്കെ, റെഡി ആണല്ലോ? അപ്പം നിങ്ങളൊക്കെ, ഞാൻ ഭയങ്കര ഉഷാറിലാണ്, നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് റെഡി ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ വെറുതെ ഡിസ്ട്രാക്റ്റഡ് ഒന്നും ആവാണ്ട് നമ്മുടെ ഈ ക്ലാസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുക? ആ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ കേട്ടിട്ട് അടിപൊളിയായിട്ട് നോട്ട്സൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. നോട്ട്സൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് സൂപ്പറാക്കിയിട്ട് പഠിച്ചിട്ട് നമുക്ക് പോകാം. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇടാ വേവ്സ്. അപ്പോൾ വേവ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വേവ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പഠിക്കും. ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ കുറിച്ച് പഠിക്കും. അതുപോലെ വേവ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ എന്താണെന്ന് പഠിക്കും. ആൻഡ് ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് എങ്ങനെ കാണുമെന്ന് പഠിക്കും. സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ സ്ട്രക്ചർ സ്ട്രിങ് നമ്മൾ പഠിക്കും. സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നമ്മൾ പഠിക്കും. ലാപ്ലേസ് കറക്ഷനെ കുറിച്ച് പഠിക്കും. സ്റ്റാൻഡിംഗ് വേവ്സിനെ കുറിച്ച് പഠിക്കും. ആൻഡ് ഈ സ്റ്റാൻഡിംഗ് വേവ്സ് സ്ട്രക്ചർ സ്ട്രിങ്ങിലും ഓപ്പൺ ഓർഗൻ പൈപ്പിലും ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിലുമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഇസ് ബീറ്റ്സ്. അതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ വേവ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വേവ്സ് നമുക്കറിയാം അല്ലേ? ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് വേവ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചെറുതാകുന്ന സമയത്ത് ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ ഒരു കയറ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു വേവ് ഉണ്ടാക്കും ഇല്ലേ? അതുപോലെ കിണറിൽ മറ്റേ കയറിങ്ങനെ തൂങ്ങിക്കിടക്കൂലേ? അതായത് നമ്മൾ വെള്ളം ഇങ്ങനെ കോരി വെക്കുന്ന സമയത്ത് കയറിങ്ങനെ തൂങ്ങിക്കിടക്കും. ആ കയറ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വേവ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട്, അതായത് ഇപ്പം ഒരു കയർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നോർമലി നമ്മൾ വേവ്സ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ കുറേ വേവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് വെള്ളത്തിൽ റിപ്പിൾസ് ഇൻ ദ വാട്ടർ വേവ്സ് ആണ്. പിന്നെ ടൈപ്പ് ഓഫ് വേവ്സ് നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ ഗിറ്റാർ, സിത്താർ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ നമ്മൾ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യാണ് അല്ലേ? എടാ, ഈ ഗിറ്റാറിൻ്റെ ഈ ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ ടോയിങ് ടോയിങ് എന്നുള്ള സൗണ്ട് ഉണ്ടാകുന്നത് ഗിറ്റാറിൽ, സിത്താറിലൊക്കെ, വയലിനില്ല. അപ്പോൾ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ വേവ്സ് ഉണ്ടാകുന്നത്. നമ്മളാണ് ആ ഓരോ വേവ്സിനും ഓരോ ഫ്രീക്വൻസി ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ ഓരോ ടൈപ്പ് സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ വേവ്സ് ആണ് ആക്ച്വലി സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്. നോർമലി നിങ്ങൾ കണ്ട വേവ്സ് എങ്ങനെയാണ്? ഇങ്ങനെ പോണ വേവ്സ് ആണ് അല്ലേ? ഇതിനെ നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് എന്നാ പറയുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചോ. നല്ല 2 എൻ്റെ അറ്റത്ത് നിങ്ങളതിനെ വലിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ നടുവിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അയൽ കെട്ടിയിട്ടുണ്ടാവും ഡ്രസ്സൊക്കെ ഉണക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല ടൈറ്റിലാണ് കെട്ടിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ പോയിട്ട് പുറത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എന്താ കാണാം? ഇങ്ങനെ ഡ്രെന്ന് പറഞ്ഞൊരു വേവ് ഇങ്ങനെ പോകണ കാണാം. ആ വേവാണ് ആക്ച്വലി സ്റ്റാൻഡിങ് വേവ്സ്. അപ്പോൾ ഈ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഉണ്ടാകുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. ആൻഡ് ഇതിൽ നിന്നാണ് നമ്മൾ ഓരോ ഫ്രീക്വൻസി വരുമ്പോൾ ഓരോ സൗണ്ട്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വേവ്സ്. പിന്നെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ റിമോട്ട്. ഇപ്പോൾ ഈ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഞാനിത് കൺട്രോൾ ചെയ്യുന്നത്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്ന് ഇൻഫ്രാറെഡ് വേവ്സ് ഇവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു സിഗ്നൽ അവിടേക്ക് എത്തുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാറെഡ് വേവ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്. റെഡി? അപ്പോൾ യെസ്, നോർമലി വാട്ടറിൽ ഉണ്ടാകുന്ന റിപ്പിൾസ് ഇൻ വാട്ടർ, ഇതൊക്കെ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് വേവ്സ് ആണ് അല്ലേ? അപ്പോൾ വാട്ട് ഈസ് എ വേവ് ആക്ച്വലി? എന്താ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വേവ്സ് ആണ് അല്ലേ? ഇതൊരു വേവ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ വേവ് ആക്ച്വലി? ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് ത്രൂ സ്പേസ് ആൻഡ് ടൈം, യൂഷ്വലി വിത്ത് ട്രാൻസ്ഫർ ഓഫ് എനർജി. അതായത് ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മളൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ് ഈ എൻഡിൽ. ഇതെന്താ സംഭവിക്കുന്നത്? ഇവിടെ കൊടുത്ത ഈ ഡിസ്റ്റർബൻസ് ഈ പോയിന്റിലേക്ക് പാസ് ചെയ്യാണ് അല്ലേ? ഈ പോയിന്റിലേക്ക് പാസ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു എനർജി കൊടുക്കുകയാണ്. ഈ എനർജി എന്ത് ചെയ്യാണ്? ഈ ഒരു പോയിന്റിലേക്ക് ഇത് പാസ് ചെയ്ത് പോവാണ്. ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇവിടെയുള്ള പാർട്ടിക്കിളിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഡിസ്റ്റർബൻസിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കുകയാണ് ആര് ചെയ്യുന്നത്? വേവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ വേവ്. റെഡി? ദാറ്റ് ഈസ് വാട്ട് ഈസ് എ വേവ്. അല്ലാതെ ഇപ്പം നമ്മൾ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇൻഫ്രാറെഡ് റേസാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്നൊരു എനർജി അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സിഗ്നൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ആ പോയിന്റിലേക്ക് എത്തുക. ആ പോണ സാധനമാണ് വേവ്സ്.
ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് ഈസ് പാസിംഗ് വിത്ത് സം ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ആളാണ് ആര്? വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡി ആണല്ലോ? അപ്പോൾ റേഡിയോ സിഗ്നൽസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ സിഗ്നൽസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? റേഡിയോ വേവ്സ് ഇപ്പോൾ ഫോൺ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് പാസിംഗ് ആണ് അല്ലേ, എനർജി പാസിംഗ് ആണ്. അപ്പോൾ ഈ സാധനമാണ് എന്ത്? വേവ്സ് എന്ന് പറയും, വേവ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ഡിസ്റ്റർബൻസ് ദാറ്റ് പ്രൊപ്പഗേറ്റ്സ് യൂഷ്വലി വിത്ത് സം ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ആക്ച്വലി നമ്മളിവിടെ ഒരു പോയിന്റിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കയറുകൊണ്ട് ഒരു വേവ് ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ കൈയിൻ്റെ തൊട്ട് മുമ്പിലുള്ള പാർട്ടിക്കിളിന് നിങ്ങളൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് ഡിസ്റ്റർബൻസാണ് കൊടുക്കുന്നത്? നമ്മളിങ്ങനെയല്ലേ വേവ്സ് ഉണ്ടാക്കാൻ എടുക്കുക. അതായത് നിങ്ങൾ ഈ പാർട്ടിക്കിളിന് ഇങ്ങനെയുള്ളൊരു മോഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ കൈയുടെ തൊട്ട് മുമ്പുള്ള പാർട്ടിക്കിൾ സപ്പോസ് നിങ്ങളുടെ കൈയുടെ തൊട്ട് മുമ്പിലുള്ള പാർട്ടിക്കിളിന് നിങ്ങൾ എന്താ കൊടുക്കുന്ന? ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ ഏത് ഷേപ്പിലാണ് ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക? അപ്പോൾ ഇതാണ് ആ പാർട്ടിക്കിൾ എന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിനെ നമ്മളിങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ച് താഴോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ദെൻ തിരിച്ച് താഴോട്ട് കൊണ്ടുവരുന്നു, തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ. ഈ പാർട്ടിക്കിളിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ കൈയുടെ തൊട്ട് മുമ്പുള്ള പാർട്ടിക്കിൾ നമ്മളൊരു ടു ആൻഡ് ഫ്രോ മോഷൻ, അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന് എന്താ സംഭവിക്കുന്നത്? ഓസിലേഷൻ അല്ലേ. ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓസിലേഷൻ എന്ന് വിളിക്കും. കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഓസിലേഷനിൽ നിങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു പാർട്ടിക്കിളിന് നമ്മൾ ഈ ഓസിലേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഒരു ഓസിലേഷൻ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? തൊട്ടടുത്ത പാർട്ടിക്കിളിന് ഈ ഓസിലേഷൻ കൊടുക്കും. അപ്പോൾ ഒരു പാർട്ടിക്കിൾ ഇത് ഓസിലേറ്റ്, ഇവിടെയുള്ള പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, തൊട്ടടുത്ത പാർട്ടിക്കിളിന് ഇത് കൊടുക്കും, അതും ഓസിലേറ്റ് ചെയ്യും. തൊട്ടടുത്ത പാർട്ടിക്കിളിന് കൊടുക്കും, അതും ഓസിലേറ്റ് ചെയ്യും. അങ്ങനെ ഈ സാധനം ഓസിലേറ്റ് ചെയ്ത് ഓരോ പാർട്ടിക്കിളിൻ്റെ സഹായത്തോടെയാണ് ഈ ഡിസ്റ്റർബൻസ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല? ചാടി പോകുന്നില്ല. ആര് മാത്രമേ പോകുന്നുള്ളൂ? നമ്മൾ ഈ കൊടുക്കുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന എനർജി, അത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് എ വേവ്. റെഡി? ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ഒരു വേവ് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ പാർട്ടിക്കിളും എന്താ ചെയ്യുന്നത്? ഇതിന് ഓസിലേഷൻ സംഭവിക്കുകയാണ്, ടു ആൻഡ് ഫ്രോ മോഷൻ സംഭവിക്കുകയാണ്. ക്ലിയർ ആണോടാ? റെഡി ആണോടാ? സോ അതാണ് ഒരു വേവ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേവ്സ് ഉണ്ട്. മെയിൻലി നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. മെക്കാനിക്കൽ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, മാറ്റർ വേവ്സ്. നിങ്ങൾ പേടിക്കണ്ട, ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല. ജസ്റ്റ് അതിന് ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഇത് രണ്ടും നിങ്ങളൊരു ചാപ്റ്റർ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ +2 നിങ്ങൾ പഠിക്കുന്നുണ്ട്. അന്നേരം നമുക്ക് പഠിക്കാം, പേടിക്കണ്ട. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മെക്കാനിക്കൽ വേവ്സ്? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ച്. അതായത് ഈ ചാപ്റ്ററിൽ ഒട്ടാകെ നിങ്ങൾ പഠിക്കുന്നത് മെക്കാനിക്കൽ വേവ്സ് ആണ്. ബാക്കി വേവ്സ് നിങ്ങൾ നെക്സ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. സോ വാട്ട് ഈസ് മെക്കാനിക്കൽ വേവ്? എടാ, ഒരു വേവ് ഉണ്ട്, ആ വേവിന് ട്രാവൽ ചെയ്യാൻ ഒരു മീഡിയം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ആ വേവിനെ നമ്മൾ എന്ത് വിളിക്കും? മെക്കാനിക്കൽ വേവ്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ വാട്ടർ വേവ്സ്, ഇതിനൊരു മീഡിയം അത്യാവശ്യമാണ് അല്ലേ. ഇപ്പോൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ്, ഞാൻ പറയുന്ന സൗണ്ട്, ഞാൻ നിങ്ങളെല്ലാവരെയും കൂടെ കൊണ്ടുപോയിട്ട് സ്പേസ് കൊണ്ടുപോയിട്ട് ക്ലാസ് എടുക്കുകയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ കേൾക്കുമോ? ഇല്ല. സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. അതുകൊണ്ട് തന്നെ സൗണ്ടിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രാവൽ ചെയ്യാൻ പറ്റില്ല. എവിടെ? വാക്വത്തിൽ. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ നിങ്ങൾ സ്പേസ് കൊണ്ടുപോയിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കില്ല. കാരണം സൗണ്ട് മെക്കാനിക്കൽ വേവ് ആണ്. ഇറ്റ് റിക്വയർസ് എ മീഡിയം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം അത്യാവശ്യമായിട്ടുള്ള ടൈപ്പ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെക്കാനിക്കൽ വേവ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂട്ടൺസ് ലോ കംപ്ലീറ്റ് എന്താണ്? അതിന് അപ്ലിക്കബിൾ ആണ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ് വേവ്സ്. ഓക്കെ കേട്ടോ. മെക്കാനിക്കൽ വേവ്സിന് എക്സാമ്പിളാണ് നമ്മുടെ സൗണ്ട് വേവ്സ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്യണം ആ വേവിൻ്റെ അകത്ത്. അതിനെന്തിൻ്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലൈറ്റ് വേവ്സ് ഇതിനൊരു എക്സാമ്പിളാണ്. ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്? സണ്ണിൽ നിന്ന് എർത്തിലേക്ക് എത്തുവാണ്. അവിടെ സ്പേസ് അല്ലേ? അറ്റ്മോസ്ഫിയർ ഉണ്ടോ? മീഡിയം ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡു നോട്ട് റിക്വയർ എനി മീഡിയം. അതിന് എക്സാമ്പിളാണ് ലൈറ്റ് വേവ്സ്. അടുത്ത ആൾ മാറ്റർ വേവ്സ് ആണ്. ഇത് നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ്. മാറ്റർ വേവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവ്രി ബോഡി, ഏതൊരു ബോഡി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ ആണ്. അതായത് ഏതൊരു ബോഡി ഇൻ ദിസ് യൂണിവേഴ്സ് ഹാസ് എ വേവ് നേച്ചർ. അതായത് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഒരു പെൻസിൽ, ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്? വേവ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ക്വാണ്ടം ഫിസിക്സ് എന്നുള്ള വേറൊരു സെക്ഷനിലേക്ക് പോകുന്ന ഒരു സാധനമാണ്. നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ അത് പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ആരെക്കുറിച്ചാണ്? മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ്. ഈ മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിസിലാണെന്ന് അറിയോ? അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന ട്രാൻസ്വേഴ്സ് വേവ്, another one is longitudinal waves.
ആരൊക്കെയാ? ട്രാൻസ്വേഴ്സ് വേവും അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും. അപ്പോൾ എന്താ ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ഇതാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഇവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ, നിങ്ങൾ ഓരോ പാർട്ടിക്കിളിനെ ഒറ്റയാളെ വെച്ച് നോക്കി, ഓരോരുത്തരും എന്താ ചെയ്യുന്നത്? ടു ആൻഡ് ഫ്രോ മോഷനാണ് ചെയ്യുന്നത് അല്ലേ? ഓരോരുത്തരും അവരുടെ പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മോഷനാണ് ചെയ്യുന്നത്. ആ മോഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള എനർജി എന്ത് ചെയ്യാണ്? ഇവിടുന്ന് പാസ് ചെയ്ത് അപ്പുറത്തെ പോയിന്റിലേക്ക് എത്തുവാണ്. റെഡി? അപ്പോൾ ഓരോ പാർട്ടിക്കിളും എന്താ ചെയ്യുന്നത്? ഇവിടെ ടു ആൻഡ് ഫ്രോ മോഷനാണ് ചെയ്യുന്നത്. അതും ഏത് ഡയറക്ഷനിലാടാ? ഏത് ഡയറക്ഷനിലാണ്? നിങ്ങൾ നോക്കിക്കേ. ഇപ്പോൾ ഒരു ഇവിടെയുള്ള പാർട്ടിക്കിളാണെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നു അല്ലേ? നമ്മുടെ വേവ് ഏത് ഡയറക്ഷനിലാണ് പോണത്? വേവ് ഈ ഡയറക്ഷനിലാണ് പോണത്. ആണോ? എടാ, വേവ് പോകുന്നത് ആ ഡയറക്ഷനിലാണ്. പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ അല്ലേ? പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ് ആണെങ്കിൽ ആ വേവിനെ നമ്മൾ വിളിക്കും ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ഡയറക്ഷൻ ഓഫ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. റെഡി? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അപ്പോൾ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് എന്ത് പെർപെൻഡിക്കുലർ ആണ്? നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ വാട്ടർ വേവ്സ്. അതുപോലെ റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അതുപോലെ നമ്മുടെ ലൈറ്റ് വേവ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. റെഡി? ഇനി അടുത്ത ആളാണടാ ആര്? നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. നമ്മളൊരു സ്പ്രിങ്ങിൻ്റെ അകത്ത് നമ്മളതിനൊരു ഡിസ്റ്റർബൻസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത് നോക്ക്. അവരുടെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ? ഇവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ വൈബ്രേഷൻ ഇങ്ങനെയല്ലേ പോണേ? വേവ് എങ്ങോട്ടാ പോണേ? വേവും ഇങ്ങോട്ടാ പോണേ. അപ്പം നമ്മുടെ വേവ് പോണ അതേ ഡയറക്ഷനിലാണ് നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ വരുന്നത്. അപ്പം നമ്മൾ അതിനെന്ത് വിളിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കും. സോ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ വേവിൻ്റെ ഡയറക്ഷന് പാരലൽ ആണെന്നുണ്ടെങ്കിൽ ആ വേവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. സോ ഡയറക്ഷൻ ഓഫ് ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം ഇസ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. റെഡി? അതിന് എക്സാമ്പിൾ ആണിതാ. ഇതാണ് ഏകദേശം ഒരു കറക്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സൗണ്ട് വേവ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. സൗണ്ട് വേവ്സ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ആ സൗണ്ട് വേവ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. ഇതിലൊരു റെഡ് ഡോട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ആ റെഡ് ഡോട്ടിനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ ഒരു പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷൻ കണ്ടോ? ഈ രീതിയിലാണ് വരിക, പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മുടെ സൗണ്ട് വേവ്സ്. റെഡി? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. റെഡി ആണോടാ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോടാ? യെസ്. സോ ദാറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. റെഡി? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എടാ, നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണ്? പാർട്ടിക്കിൾ ഏത് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ചില വേവ് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ പോകുന്നുണ്ട്, ചില വേവ് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ വേവിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ വേവിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്ലാസിഫിക്കേഷനും കൂടെ നമ്മൾ ചെയ്ത് ആ ക്ലാസിഫിക്കേഷനാണ് ഒന്ന് ട്രാവലിംഗ് വേവ് അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ്, another one സ്റ്റാൻഡിംഗ് വേവ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ്. റെഡി? അപ്പോൾ എന്താ ട്രാവലിംഗ് വേവ് ഓർ പ്രോഗ്രസീവ് വേവ് ആൻഡ് വാട്ട് ഇസ് സ്റ്റാൻഡിംഗ് വേവ്സ് ഓർ സ്റ്റേഷനറി വേവ്? നിങ്ങൾക്ക് പേരിൽ തന്നെ അറിയാൻ പറ്റും അല്ലേ? വാട്ട് ഇസ് ട്രാവലിംഗ് വേവ്? ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെ അറിയാൻ പറ്റും. എനി വേവ് ദാറ്റ് ട്രാവൽസ്. ട്രാവൽ ചെയ്യുന്ന ഏതൊരു വേവിനെയും നമുക്ക് എന്ത് വിളിക്കാം? ട്രാവലിംഗ് വേവ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വേവ് എന്ന് വിളിക്കാം. റെഡി? ട്രാൻസ്വേഴ്സ് വേവ് ട്രാവലിംഗ് ആവാം, നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താവാം? ട്രാവലിംഗ് ആവാം. ഇനി അടുത്ത ടൈപ്പ് ആരായിരുന്നു? സ്റ്റാൻഡിംഗ് വേവ്സ്. ഇവരാരാ? സ്റ്റാൻഡിംഗ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഗിറ്റാറിൻ്റെ കേസൊക്കെ പറഞ്ഞു. അതെന്താ സംഭവം? രണ്ട് സ്ട്രിങ്ങുകളുടെ ഇടയിൽ മാത്രം ഉണ്ടാകുന്ന വേവ്സാണ് അല്ലേ? നിങ്ങൾ സ്ട്രിങ് ഇങ്ങനെ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രെന്ന് പറഞ്ഞ സാധനം അവിടെ തന്നെ ഉണ്ടാവുന്നു, അവിടെ തന്നെ ഉണ്ടായിട്ട് തീരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് പോയിന്റിൻ്റെ ഇടയിൽ മാത്രം അവരെന്ത് ചെയ്യുന്നില്ല? ട്രാവൽ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള വേവ്സിനാണ് നമ്മൾ സ്റ്റാൻഡിംഗ് വേവ്സ് അഥവാ സ്റ്റേഷനറി വേവ്സ് എന്ന് വിളിക്കുന്നത്. ഇത് ആക്ച്വലി രണ്ട് വേവുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ആക്ച്വലി ഈ സ്റ്റാൻഡിംഗ് വേവ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ട് പേടിക്കേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ പഠിക്കും. റെഡി? യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് അതിനെ കുറിച്ചാണ്, ട്രാവലിംഗ് വേവിനെ കുറിച്ചാണ്. അതിൻ്റെ പാരാമീറ്റേഴ്സ്, കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേഷൻസ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണത്? ഡീൽ ചെയ്യാൻ വേണ്ടി പോണത്. റെഡി? അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്ന സമയത്ത് ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും.
അപ്പം നിങ്ങളിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കും മീൻസ് എന്ത് തേങ്ങയാണ് ഈ പറയുന്നതെന്ന്. കാരണം എന്താ, അതായത് നമ്മുടെ ഈ വേവിനെ കുറിച്ച് ഒരുപാട് പുതിയ പുതിയ ടേംസുകളുണ്ട്. അതായത് ഓസിലേഷനൊക്കെ പഠിച്ച സമയത്ത് നിങ്ങൾ പുതിയ കുറേ ടേംസ് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ വേവിനെ കുറിച്ച് പറയുന്ന സമയത്തും വേവിന് എന്തുണ്ട്, ഓരോ പുതിയ പുതിയ ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസും കാര്യങ്ങളും ഞാൻ ആദ്യം അങ്ങോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിടണ്ടല്ലോ. യെസ്, അപ്പോൾ ആ ടേംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ പാരാമീറ്റേഴ്സിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? എടാ ഞാനൊരു വേവിനെ ഇങ്ങനെ വരയ്ക്കുവാണ്. എങ്ങനെ? ഇങ്ങനെ വരയ്ക്കുവാണ്. അല്ലേ, വേണ്ട, ഇവിടെ വരയ്ക്കാം, നമുക്ക് ഇവിടെ വരയ്ക്കാം കേട്ടോ. ഞാനൊരു വേവിനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വരയ്ക്കുവാണ്. ഈ വരച്ചത് എന്താണ്? പാർട്ടിക്കിൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ടൈമാണ്. ഓക്കെ, പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ടൈം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ, ഒരു പാർട്ടിക്കിൾ എന്ത് മോഷനാണ് സംഭവിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്താ, ഇങ്ങനെ പോണു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ പോണു. ഈ ഓസിലേഷനാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ പാർട്ടിക്കിളിന് സംഭവിക്കുന്നത്. അപ്പോൾ സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ ടൈം t = 0 ഇവിടെയാണ്. ആഫ്റ്റർ ടൈം t പാർട്ടിക്കിൾ എവിടെ എത്തി? തൊട്ടപ്പുറത്തെത്തി. ഈ ടൈമിൽ പാർട്ടിക്കിൾ എവിടെയാണ്? ഇവിടെ എത്തി. ഈ ടൈമിൽ പാർട്ടിക്കിൾ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ, ഇപ്പോൾ ഇവിടെ. ഈ പാർട്ടിക്കിൾ ഇവിടെ എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ. ദെൻ പാർട്ടിക്കിൾ ഇവിടെ എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ, ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ താഴോട്ട് പോയി ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ്. ഇതൊക്കെ ടൈം കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ, കാരണം ഇവിടെ ടൈമാണേ. ഇവിടെ എത്തുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എഗെയിൻ സാധനം തിരിച്ചു വരുന്നു, ഡിസ്പ്ലേസ്മെൻറ്റ്. നോക്കിക്കേ നിങ്ങൾ എന്താ സംഭവിക്കുന്നത്, പാർട്ടിക്കിൾ ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇങ്ങനെ വന്നു, അല്ലേ? അപ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ഓസിലേഷൻ്റെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ സാധനം ക്ലിയർ ആണല്ലോ, റെഡി? സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാർട്ടിക്കിൾ എന്ത് എബൌട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്, ഒരു മീൻ പൊസിഷൻ എബൌട്ടായിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീൻ പൊസിഷൻ കേട്ടോ. മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ എബൌട്ട് വിച്ച് ദ പാർട്ടിക്കിൾ ഓസിലേറ്റ്സ് അല്ലെങ്കിൽ എബൌട്ട് വിച്ച് ദ വേവ് ഓസിലേറ്റ്സ്. അതിനാണ് നമ്മൾ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുവാണ്. റെഡി? ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഒരു പോയിന്റിൽ നമ്മുടെ പാർട്ടിക്കിളിന് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റാണ്, അല്ലേ? അതായത് ഈ പോയിന്റ് പാർട്ടിക്കിളിൻ്റെ എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഈ പോയിന്റ് പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റാണ്. ഈ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇറ്റ് ഇസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് ദ മീഡിയം ഫ്രം ദ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ ആസ് വേവ് പാസ് ത്രൂ ദി മീഡിയം. ഇപ്പം മീൻ പൊസിഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. റെഡി ആണോടാ? ക്ലിയർ ആണോടാ? നെക്സ്റ്റ് വൺ നോക്കിക്കേ, ഇറ്റ് ഇസ് വേവ് ലെങ്ത്. എന്താ വേവ് ലെങ്ത്? എടാ വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ പാർട്ടിക്കിൾ ഒരു ഫുൾ ഓസിലേഷൻ കഴിയുമ്പോൾ വേവ് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഒരു പാർട്ടിക്കിൾ ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വേവ് എന്താ ചെയ്യുന്നത്, ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. റെഡി? അതിനാണ് നമ്മളൊരു ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഫുൾ സൈക്കിളിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഒരു ലെങ്ത് ഓഫ് എ ഫുൾ വേവിൻ്റെ ഫുൾ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ലാംഡ അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. റെഡിയാണോ? അപ്പോൾ ഈ വേവ് ലെങ്ത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കാം നമ്മൾ വരയ്ക്കുക. എപ്പോഴും ഈ ഡിസ്റ്റൻസ് ആണോ വേവ് ലെങ്ത്? പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഓസിലേഷൻ നടക്കുന്നത്? പാർട്ടിക്കിൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുമ്പോഴാണ്, ഒരു ഫുൾ കറക്കം കഴിഞ്ഞ് പാർട്ടിക്കിൾ തുടങ്ങിയോടെ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ആവുന്നത്. സപ്പോസ് നമ്മളെ പാർട്ടിക്കിൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ ഹയർ പോയിന്റിൽ നിന്നാണ്. ഓക്കെ, ഈ പോയിന്റിൽ നിന്നാണ്. റെഡി? അപ്പോൾ ഈ പോയിന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പറഞ്ഞു. റെഡി? ഈ ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ക്രസ്റ്റുകളും ട്രഫുകളും ആയിട്ടാണ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആയിട്ടാണ്. അതായത് ഈ പൊങ്ങിക്കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഈ ഭാഗത്തിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് പൊങ്ങിക്കിടക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കും, ആൻഡ് താഴ്ന്നു കിടക്കുന്ന ഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും, ട്രഫുകൾ എന്ന് വിളിക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ആൾക്കാർ അടുത്തിട്ട് കുറച്ച് ആൾക്കാർ വിട്ടിട്ടായിരിക്കും. ആ അടുത്ത് നിൽക്കുന്ന പാർട്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, കംപ്രഷൻ എന്ന് വിളിക്കും.
ഓക്കെ. ആൻഡ് വിട്ട് നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ റേറിഫാക്ഷൻ എന്ന് വിളിക്കും. ദിസ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, പക്ഷെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്നത് ക്രസ്റ്റുകളും ട്രഫുകളും ആയിട്ടാണെന്നുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് കംപ്രഷൻസും റേറിഫാക്ഷൻസും ആയിട്ടാണ്. റെഡി? അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് സപ്പോസ് നമ്മളിപ്പം വേവ് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് എ ഫുൾ വേവ് ആണ്. അപ്പം നമ്മുടെ പാർട്ടിക്കിൾ സപ്പോസ് ഈ ഒരു ക്രസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ പാർട്ടിക്കിൾ ഇങ്ങനെ വന്ന് തിരിച്ചിങ്ങനെ എത്തി, ഇങ്ങനെ പോയി, ഇങ്ങനെ എത്തി. ഇപ്പോൾ ഒരു ഫുൾ ഓസിലേഷൻ കംപ്ലീറ്റ് ആയോ? ആയി. ഒരു ഫുൾ സൈക്കിളായോ? ആയി. ഈ ലെങ്ത്തിന് നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ലാംഡ എന്ന് വിളിക്കാം. റെഡി? സപ്പോസ് നമ്മുടെ പാർട്ടിക്കിൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ട്രഫ് എന്നാണ്. പാർട്ടിക്കിൾ ഇങ്ങനെ വന്നു, ഇവിടെ എത്തി, ഇവിടെ പോയി, ഇവിടെ എത്തി. ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ആയോ? ആയി. ഈ ലെങ്ത്തും എന്ത് തന്നെയാണ്? ലാംഡ തന്നെയാണ്. സോ ലാംഡ എപ്പോഴും എന്തല്ല ഈ ഫുൾ സൈക്കിൾ ഇങ്ങനെ വരച്ചാൽ മാത്രമേ ലാംഡ കിട്ടുള്ളൂ എന്നില്ല. ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ലെങ്ത് ഓഫ് എ ഫുൾ വേവ് ആണ്. അതെന്താവാം? രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ലെങ്ത് ആവാം, അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ലെങ്ത്, അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയാം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ലെങ്ത് എന്ന് പറയാം, ഒരു ലെങ്ത് ഓഫ് എ ഫുൾ വേവ് എന്ന് പറയാം. റെഡി? ഇതൊക്കെ എന്താണ്? വേവ് ലെങ്ത് ആണ്. സോ ഇറ്റ് ഇസ് എ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പോയിന്റ്സ് ഇൻ ദ സെയിം ഫേസ് ഓഫ് ദ വേവ് മോഷൻ. ആ ഡെഫിനിഷൻ കണ്ടുകൾ പേടിക്കണ്ട. സെയിം ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ടാൾക്കാരാണ് കേട്ടോ. ആ പോയിന്റ്സ് രണ്ടും സെയിം ഫേസിലായിരിക്കും, അത്രേ ഉള്ളൂ. ഫേസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. റെഡി? സോ ഇറ്റ് ഇസ് എ ലെങ്ത് ഓഫ് എ ഫുൾ വേവ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്രസ്റ്റ് അല്ലെങ്കിൽ ടു ട്രഫുകളാണ് എന്ത് വേവ് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഡി ആണോടാ? ഫൈൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ബേസിക് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രാവലിംഗ് വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിലും നിങ്ങൾ ഒരുപാട് പുതിയ ടേംസ് നിങ്ങൾ കാണും, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ആ ടേംസ് ഓരോന്നോരോന്നായിട്ട് പഠിക്കും. ഓക്കെ. സോ ഡിസ്പ്ലേസ്മെൻറ്റ്, ഏതൊരു ട്രാവലിംഗ് വേവിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y is equal to a sin kx plus or minus omega t plus or minus phi. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏതൊരു വേവിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? നിങ്ങൾ നോക്കിക്കേ, നമ്മൾ വേവ് വരയ്ക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോകണം. അതായത് ഇത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ലേ? അതായത് ഇപ്പോൾ ഒരു വേവ് ഇങ്ങനെ വന്നു, ഇതേ സാധനം പിന്നെ റിപ്പീറ്റ് ചെയ്യല്ലേ? ഇത് പീരിയോഡിക് ആണ്, റിപ്പീറ്റിംഗ് മോഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈന് കോസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആയിക്കോളണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? വേറെ ഇക്വേഷൻ എഴുതാം. y ഈക്വൽ ടു എ കോസ് കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5 എന്ന് എഴുതാൻ പറ്റും. ഇനി അതല്ല, ചില സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ കാണും, എ സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്ന് കാണും. ഇതും ശരിയാണ്. ചില സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ കാണും, എ കോസ് ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് പ്ലസ് ഓർ മൈനസ് 5. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ഇത് തന്നെയാണ്? വേവിൻ്റെ ഇക്വേഷനാണ്. റെഡി ആണോടാ? ക്ലിയർ ആണോടാ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ടേമുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരെ നമുക്ക് വിശദമായിട്ട് അങ്ങ് പഠിക്കാം. അപ്പോൾ ഈ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിളാണ്. ആരാണ് വൈ? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാ ആംപ്ലിറ്റ്യൂഡ്? മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റെഡി? മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. വൈ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്ന് കാണിക്കുന്ന നമ്പറാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ആൾ നോക്കിക്കേ, സൈനാണ്. സൈൻ തീറ്റ. തീറ്റേൻ്റെ ഉള്ളിലുള്ള ആരാ? ഈ പറഞ്ഞ ആൾക്കാർ. ഇത് മൊത്തം തീറ്റയാണ്. ഇതിന് മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസ്. ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീറ്റ എന്നാണ് കേട്ടോ. അപ്പോൾ ഫേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഈ സൈനിൻ്റെ ഉള്ളിലുള്ള ആളായിരിക്കൂലേ? അല്ലേ? എ എന്തായാലും ഒരു വേവിന് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഈ വൈനെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ മൊത്തം ടേംസ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുക ഫേസ് ആണ് എന്ത്? ഒരു ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷനൊക്കെ തീരുമാനിക്കുന്ന ആളാണ് ആര്? ഈ പറഞ്ഞ ഫേസ്. റെഡി ആണോടാ? ക്ലിയർ? ഇനി ഫേസിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരിലേക്ക് വരാം. നിങ്ങളിവിടെ ഒരു എക്സ് കാണുന്നുണ്ടാവും. റെഡി? ഇവിടെ ആരാണോ അവിടെ എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ വൈ ആണെങ്കിൽ, അല്ലെങ്കിൽ സെറ്റ് വരാം. മൂന്നും വരും. അവിടെ എക്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ബോഡി പോകുന്നത് എക്സ് ആക്സിസിലാണ്, വേവ് പോകുന്നത് എക്സ് ആക്സിസിലാണ്. അവിടെ വൈ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വേവ് പോകുന്നത് വൈ ആക്സിസിലാണ്. അവിടെ സെഡ് ആണെങ്കിൽ അതിനർത്ഥം വേവ് പോകുന്നത് സെഡ് ആക്സിസിലാണ്. റെഡിയാണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇതാരെ തീരുമാനിക്കുന്നു? ഡയറക്ഷൻ ഓഫ് വേവിനെ തീരുമാനിക്കുന്നു. റെഡി? ഇതാരെ തീരുമാനിക്കുന്നു? ഡയറക്ഷൻ ഓഫ് വേവിനെ തീരുമാനിക്കുന്നു. ഇനി അടുത്ത സൈന് നോക്കാം.
ഏത് സൈന്? എടാ ഒമേഗ ടിയുടെയും കെ എക്സിൻ്റെ ഇടയിലുള്ള സൈൻ അങ്ങനെ പറയണം കേട്ടോ. കാരണം ഇവിടെ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി ആണ്, ഇവിടെ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നാണ് വരിക. അപ്പോൾ ഒമേഗ ടിയുടെയും കെ എക്സിൻ്റെയും ഇടയിലുള്ള സൈൻ ആരാണെന്ന് നോക്കാം. ആ സൈന് പ്ലസ് ആണെന്നുണ്ടെങ്കിൽ വേവ് പോകുന്നത് നെഗറ്റീവ് ആക്സസിലായിരിക്കും, അത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ വേവ് പോകുന്നത് പോസിറ്റീവ് ആക്സസിലായിരിക്കും. റെഡിയാണോ? സപ്പോസ് ഇവിടെ കെ എക്സ് പ്ലസ് ഒമേഗ ടി ആണ്, വേവ് പോകുന്നത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ്. സപ്പോസ് ഇവിടെ കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ്, വേവ് പോകുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലാണ്. സപ്പോസ് ഇവിടെ കെ വൈ മൈനസ് ഒമേഗ ടി ആണ്, വേവ് പോകുന്നത് പോസിറ്റീവ് വൈ ആക്സിസിലാണ്. സപ്പോസ് ഇവിടെ ഒമേഗ ടി പ്ലസ് കെ വൈ ആണ്, വേവ് പോകുന്നത് നെഗറ്റീവ് വൈ ആക്സിസിലാണ്. അപ്പോൾ ആ സൈൻ ഒമേഗ ടിയുടെയും കെ എക്സിൻ്റെ ഇടയിലുള്ള സൈനാണ് എന്ത് തീരുമാനിക്കുന്നത്? ആക്സിസിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത്. റെഡി? അപ്പോൾ ആ ലെറ്റർ ആയിരിക്കും ആരെ തീരുമാനിക്കുക? ഡയറക്ഷനെ തീരുമാനിക്കുന്നത്. ക്ലിയർ ആണല്ലോ ഈ രണ്ട് സാധനങ്ങളും? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞ കെ ആണ്. വാട്ട് ഇസ് കെ? ഈ കെനെ നമ്മൾ വിളിക്കും പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. കാരണം എന്താ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏത് ലെറ്റർ തരും? ഈ എക്സ് തരും. അതുകൊണ്ട് എക്സിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് നമ്മൾ വിളിക്കും എന്ത്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ആംഗുലാർ വേവ് നമ്പർ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പം നമുക്ക് പറയാം. സോ അതിൻ്റെ പേര് ഇതാണ്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആംഗുലാർ വേവ് നമ്പർ എന്ന് പറയും. ഇനിയുള്ള ആൾ ഒമേഗയാണ്. നിങ്ങൾ ഓൾറെഡി ഓസിലേഷനിൽ പഠിക്കുന്ന ആളാണ്. ആരാ? ആംഗുലാർ ഫ്രീക്വൻസി. വേറെ ആരുമല്ല. ആരാണ്? ആംഗുലാർ ഫ്രീക്വൻസി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം 5. ഇനി അടുത്ത ആളാണ് 5. 5 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആംഗിൾ ആണ് കേട്ടോ. ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മുടെ വേവ് എന്ത് ചെയ്യാം? ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ നോർമലി കൺസിഡർ ചെയ്യുന്ന വേവ്, ഇവിടെ ഉള്ള വേവിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? t=0 വേവ് എവിടുന്നാണ് തുടങ്ങുന്നത്? 0 എന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഈ വേവ് ഇവിടുന്ന് തുടങ്ങി. ഓക്കെ, വേവ് എന്ത് ചെയ്തു? കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ദിവസം എത്ര സമയം ഇരുന്നു എന്നുള്ളതിന് ഈ ഒരു ഇപ്പോൾ സപ്പോസ് എന്നും ഇയാൾ വർക്ക് ചെയ്യുന്ന സമയം 5 മണിയാണ്, 5 മണിക്കൂറാണ്. ഓക്കെ, ഇയാൾ ഓഫീസിൽ എന്ത് ചെയ്തു? അരമണിക്കൂർ നേരത്തെ എത്തി. അപ്പം എന്നും അയാളുടെ ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു ദിവസം ഒരു അരമണിക്കൂർ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് അവർ എത്ര ആയിരിക്കണം? 5:30 ആയിരിക്കണം. എന്നും വെക്കണ ഇക്വേഷൻ വെച്ചിട്ട് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 അല്ലേ കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? 5+½ കൂടെ ചെയ്യണ്ടേ? അപ്പോൾ ആ ഇനീഷ്യൽ ഫേസ് ആംഗിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വേവ് ഒരു π/2 ഡിസ്റ്റൻസ് ഇപ്പുറത്തുനിന്ന് തുടങ്ങിയെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷനിലൊരു π/2 ആഡ് ചെയ്തിട്ട് കൊടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ വേവ് t=0 എവിടെയാണ്? അതാണ് എന്ത് തരുന്നത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ തരുന്നത്. ക്ലിയർ ആണോടാ? റെഡി? അപ്പോൾ ഇനി നമുക്ക് ഓരോ ടേമിനെ ഓരോന്നായിട്ട് പഠിക്കാം. സോ ഫേസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു? നമ്മുടെ സൈനിൻ്റെ ഉള്ളിലുള്ള ആ മൊത്തം ടേമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫേസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ? ഇയാളാണ് എന്ത് തീരുമാനിക്കുന്നത്? നമ്മുടെ ബോഡിയുടെ സ്റ്റേറ്റ് ഓഫ് മോഷൻ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ബോഡി എവിടെയാണ് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ഫേസ് ആണ്. റെഡി? ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഇതും നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? 5 ആണെന്ത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ, ഇനീഷ്യൽ പൊസിഷൻ. അതായത് ടൈം t=0 ബോഡി എവിടെയാണ്, അതാണ് എന്ത് തരുന്നത്? ഇനീഷ്യൽ ഫേസ് ആംഗിൾ തരുന്നത്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ വൈസ് എന്തല്ല? ഇമ്പോർട്ടൻ്റ് അല്ല. റെഡി ആണല്ലോ? ഇനി നെക്സ്റ്റ് ആൾ പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് അഥവാ ആംഗുലാർ വേവ് നമ്പറാണ്. കെ. നമ്മൾ പറഞ്ഞു കെക്ക് പേരിട്ടാൻ കാരണം എന്തുകൊണ്ടായിരുന്നു? പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് കൂടുള്ള കോൺസ്റ്റൻ്റ് ആണ് കെ. അതുകൊണ്ട് നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. എടാ ഇവിടെ കെ അഥവാ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ആംഗുലാർ വേവ് നമ്പർ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കെ എന്ന് പറയുന്നത് ആക്ച്വലി നമ്പർ ഓഫ് വേവ് ലെങ്ത് പെർ യൂണിറ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 2π ഡിസ്റ്റൻസിൽ പെർ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മുടെ വേവ് അല്ലേ പറയുന്നത്. അപ്പം നമ്മൾ ആംഗിളിൽ പറയുമ്പം 2π ഡിസ്റ്റൻസിൽ എത്ര വേവ് ലെങ്ത് ഉണ്ട്, ഇതാണ് എന്ത് തരുന്നത്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ആംഗുലാർ വേവ് നമ്പർ എന്ന് പറയുന്നത്. സോ കെ അഥവാ ആംഗുലാർ വേവ് നമ്പറിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? 2πയിൽ എത്ര ലാംഡ? സോ 2π/λ, 2π ഡിസ്റ്റൻസിൽ എത്ര ലാംഡ ഉണ്ട്, ഇതാണ് എന്ത് തരുന്നത്? കെ തരുന്നത്. സോ കെ ക്യാൻ ബി റിട്ടൺ ആസ് 2π/λ. ക്ലിയർ ആണോ? കെ ഈസ് ഈക്വൽ ടു 2π/λ. ഇനി നെക്സ്റ്റ് ആളാണ് ആര്? ആംഗുലാർ ഫ്രീക്വൻസി. ആംഗുലാർ ഫ്രീക്വൻസി അഥവാ ഒമേഗയ്ക്ക് നിങ്ങൾ ഇക്വേഷൻ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ഓസിലേഷനിൽ പഠിക്കുന്നതാണ് 2π/t അല്ലെങ്കിൽ 2πν എന്നുള്ള ഇക്വേഷൻ അല്ലേ? ഈ സാധനം നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിക്കേ, അവിടുത്തെ ടൈം പീരീഡ് എന്തായിരുന്നു? ഓസിലേഷനിൽ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ ആണ് അല്ലേ? ഫ്രീക്വൻസി എന്തായിരുന്നു? നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഇവിടെ വേവിലേക്ക് വരുന്ന സമയത്ത് എന്താവും?
എടാ ഒരു ഓസിലേഷൻ നമ്മുടെ പാർട്ടിക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേവ് എന്താ ചെയ്യുന്നത്? ഒരു ഫുൾ സൈക്കിളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് ടൈം പീരീഡിന് എന്ത് പറയാൻ പറ്റും? ടൈം ടേക്കൺ ടു കംപ്ലീറ്റ്, ടൈം ടേക്കൺ ഫോർ വൺ ഫുൾ സൈക്കിൾ അല്ലേ? ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കും എന്ത്? ടൈം പീരീഡ്. നോർമലി നമ്മൾ ടി കൊണ്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സെക്കൻഡാണ് യൂണിറ്റ് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ഇസ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ഇൻ ടേംസ് ഓഫ് വേവ്സ്, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് ഉണ്ടോ അതായിരിക്കും എന്ത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഇത് നമ്മൾ എന്തോന്ന് ഡിനോട്ട് ചെയ്യുന്നു? ന്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഹേർട്സ് തന്നെയാണ് എന്ത്? യൂണിറ്റ് വരുന്നത്. റെഡി? ആൻഡ് മറ്റേ റിലേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ന്യൂ ഇസ് ഈക്വൽ ടു 1/t. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? ആൻഡ് ഈ ഇക്വേഷൻ എന്ത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആണ്? ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/t ആണ്, അല്ലെങ്കിൽ 2π ന്യൂ എന്ന് എഴുതാം. ഇതെങ്ങനെ 1/t ഉള്ളത് നമ്മൾ ന്യൂ എന്ന് കൊടുത്തു. സോ 2π ന്യൂ. റെഡി? അപ്പോൾ ഇതാണ് ആംഗുലാർ ഫ്രീക്വൻസി, ടൈം പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി വേവ്. ഈ സാധനങ്ങളും ക്ലിയർ ആണല്ലോ? റെഡി ആണല്ലോ? ഇനി ഇതുവരെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പഠിച്ചേ? എന്തിനാ നിങ്ങൾ ഇതൊക്കെ പഠിച്ചേ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാ പഠിച്ചേ. എന്താ ക്വസ്റ്റ്യൻ? എടാ വേവ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ y = a sin kx + ωt. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഇസ് ഇറ്റ് എ ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്? ഇവിടെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, കാരണം സ്റ്റേഷനറി വേവ് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a sin kx cos ωt ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ പറ ആ കാണുന്ന ഇക്വേഷൻ a sin kx + or ωt ± 5 നമ്മൾ ആരുടെ ഇക്വേഷൻ ആയിട്ടാണ് പഠിച്ചത്? ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ പിന്നെ അത് ആരുടെ ഇക്വേഷനാണ്? ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ഫൈൻ. ഇനി അടുത്തത്, വാട്ട് ഡസ് ഒമേഗ ആൻഡ് കെ റെപ്രസെൻറ്റ്? ഒമേഗയും കെയും എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആംഗുലാർ വേവ് നമ്പർ ആണ്. അതിലും ഡൗട്ടില്ല. ഇനി ഫൈൻഡ് ഔട്ട് ദ വേവ് ലെങ്ത് ഫ്രം ദ ഇക്വേഷൻ. ഇതിപ്പോൾ എങ്ങനെ കിട്ടും? വേവ് ലെങ്ത് കാണണം. ഇതിനാണ് നമ്മൾ ആ സാധനങ്ങളൊക്കെ പഠിച്ചത്. എടാ നിങ്ങൾക്കറിയാം എന്ത്? കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ്. അപ്പം ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? 2π/k ചെയ്താൽ പോരെ. സോ ലാംഡ ഇസ് ഈക്വൽ ടു 2π/k. ഇവിടെ വാല്യൂ തന്നിട്ടില്ല കെയുടെ വാല്യൂ തരുവാണെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യും? ഇവിടേക്ക് അപ്ലൈ ചെയ്യും. ആ ക്വസ്റ്റ്യൻ ആണത്. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എ വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y = 0.005 sin 80x - 3t എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ വിച്ച് ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് എല്ലാവരും SI യൂണിറ്റ്സിലാണ്, പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് കാണണം. എടാ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എഴുതി വെക്കും അല്ലേ? y = a sin kx + or ωt ആണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. 5 നമ്മൾ 0 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ആംപ്ലിറ്റ്യൂഡ് കാണണം. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? എയുടെ സ്ഥാനത്ത് ആരാണോ അയാളായിരിക്കും ആംപ്ലിറ്റ്യൂഡ്. എത്രയാ? 0.005 മീറ്റേഴ്സ്. പ്രശ്നമൊന്നുമില്ല, എല്ലാവരും SI യൂണിറ്റിലാണ്, നിങ്ങൾക്ക് മീറ്റർ എന്ന് എഴുതാം. റെഡി? അടുത്തത് ചോദ്യം വേവ് ലെങ്ത് കാണാനാ. യെസ്, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2π/λ ആണ്. അപ്പോൾ ലാംഡ കാണാൻ എന്ത് ചെയ്താൽ മതി? 2π/k ചെയ്താൽ മതി. റെഡി? അപ്പോൾ 2π / k എന്താടാ? എക്സിൻ്റെ കൂടെയുള്ള ആളായിരിക്കും കെ ആരാണ്? 80. ഇപ്പോൾ 2π/80 അല്ലേ? 2ഉം 8ഉം ക്യാൻസൽ ചെയ്യുന്നു, 40. പൈക്ക് 3.14 കൊടുക്കുക, /40. ഇതായിരിക്കും എൻ്റെ കെയുടെ വാല്യൂ, ലാംഡയുടെ വാല്യൂ. ക്ലിയർ ആണോ? അത് മീറ്ററിലാണ് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്. അതിനിപ്പോൾ എവിടെ നിന്ന് കിട്ടും? അത് നിങ്ങൾ ഓസിലേഷനിൽ കാണുന്നതാണ് അല്ലേ? ഓസിലേഷൻ നിങ്ങൾ കാണുന്ന സാധനമാണ്. എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? ω/2π ചെയ്താൽ മതി. എടാ എത്ര ഫ്രീക്വൻസി? ഒമേഗ എത്രയാടാ? 3 ആണ്. സോ 3 / 2π ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ന്യൂ കിട്ടും. ടൈം പീരീഡ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ന്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ 1/ന്യൂ ചെയ്താൽ മതി. എത്ര കിട്ടും? 2π/3 എന്ന് വരും. ഓക്കെ, അത് ഇത് രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണ്. ടൈം പീരീഡും ഫ്രീക്വൻസി ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാണാം. ഏത് ഇക്വേഷനിൽ? ω = 2π അല്ലെങ്കിൽ ω = 2π/tയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കാണാം. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ മറ്റേ കിട്ടും. ടൈം പീരീഡിനും ഫ്രീക്വൻസിക്കും കേട്ടോ. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഹിയർ? വാട്ട് ഈസ് φ ഹിയർ? എത്രയാ? 0 ആണ്. ഇനി സപ്പോസ് ആ 3t + ഒരു π/4 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആംഗിളിൻ്റെ വാല്യൂ എത്രയാ? π/4 ആണ്. ക്ലിയർ? ഇനി സപ്പോസ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് നിങ്ങളോട് വേവ് ലെങ്ത് കാണൂ എന്ന് പറയൂല. ചിലപ്പം ക്വസ്റ്റ്യനിൽ പറയും ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ്. എന്താ സംഭവം? 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാ. എന്താ സാധനം? വേവ് ലെങ്ത് ആണ് അല്ലേ?
റെഡി, ഫൈൻ. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് മിക്കവാറും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആ കംപ്ലീറ്റ് ടേംസിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. റെഡി ആണല്ലോടാ? ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയുന്നത് ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ സപ്പോസ് എടാ ഇതാണ് നമ്മുടെ വേവ് കേട്ടോ. ഓക്കെ, ഒരു വേവ് ഒരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്, എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നത്, ലാംഡയാണ് നമുക്കറിയാം. അതിനെടുക്കുന്ന സമയം എത്രയാണ്, ഒരു ഫുൾ സൈക്കിളിന് എടുക്കുന്ന സമയത്തിന് നമുക്ക് ടൈം പീരീഡ് എന്നും പറയാം. പ്രശ്നമൊന്നുമില്ലല്ലോ. സോ വെലോസിറ്റി നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് എത്രയാ, ലാംഡ. ടൈം എത്രയാ, ടൈം പീരീഡ് അല്ലേ. അപ്പോൾ ലാംഡ ഇൻറ്റു 1/t ആണിത്. 1/t എന്താടാ, ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ന്യൂ ഇൻറ്റു ലാംഡ എന്ന് എഴുതി കൂടെ. സോ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി വെലോസിറ്റി കാണാൻ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ. റെഡി, ഒരു ഇക്വേഷൻ കിട്ടി. ഫൈൻ. എടാ നിങ്ങൾക്കറിയാം ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ന്യൂ ആണ്. അപ്പം ന്യൂനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, ω/2π എന്ന് എഴുതാം അല്ലേ. പിന്നെ ഒരു ഇക്വേഷൻ നിങ്ങൾക്കറിയാം കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/λ ആണ്. അപ്പം ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/k ആണ്. ഞാൻ ഈ ന്യൂക്ക് പകരം ω2/2π എന്ന് കൊടുക്കുന്നു, ലാംഡക്ക് പകരം 2π/k എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായി, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ω/2π ഇൻറ്റു 2π/k. അപ്പോൾ 2π ക്യാൻസൽ ചെയ്യുന്നു, വെലോസിറ്റിക്ക് ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾക്ക് കിട്ടും, ω/k. സിമ്പിൾ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെലോസിറ്റി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി എടുക്കുക, ലാംഡ എടുക്കുക, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് ഒമേഗ എടുക്കുക, കെ എടുക്കുക, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഇത് രണ്ടിനെയും ആൻസർ സെയിം ആയിരിക്കും. അഥവാ സെയിം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഉത്തരം തെറ്റാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. വേവ് ട്രാവലിംഗ് അലോങ് എ സ്ട്രിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് ന്യൂമറിക്കൽ കോൺസ്റ്റന്റ് എല്ലാവരും SI യൂണിറ്റിലാണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് കാണണം, സ്പീഡ് കാണണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ന്യൂ കാണാം, ലാംഡ കാണാം, എന്നിട്ട് V ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ ചെയ്യാം. അല്ലെങ്കിൽ നേരെ പോവുക, ഒമേഗ എടുക്കുക, കെ എടുക്കുക. ഒമേഗ എത്ര ആണോടാ, 3 ആണ്, കെ 80 ആണ്. നേരെ 3/80 ചെയ്താൽ മതി. ഓക്കെ, റെഡി. അപ്പം ഇതാണ് സ്പീഡ് ഓഫ് ദി വേവ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഫൈൻ. പക്ഷേ ഈ സ്പീഡ് നമ്മൾ പറയുന്ന സമയത്തെ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിനും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനും നമ്മളൊരു ടെസ്റ്റിന് കൊണ്ടുപോയി. അതിന് നമ്മുടെ കയ്യിൽ കുറച്ച് സോളിഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ഉണ്ട്. എന്താ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പ്ലസ് ഗ്യാസ്. ഇതിൻ്റെ മൊത്തത്തിലാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്ന. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് സോളിഡ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലൂയിഡ്സ് ഉണ്ട്. അപ്പോൾ ഇവർ ഇതിലൂടെ പാസ് ചെയ്യോ ഇല്ലയോ എന്നാണ് ടെസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെയും ട്രാൻസ്വേഴ്സ് വേവിനെയും കൊണ്ടുപോയിട്ട് സോളിഡ്സിലൂടെ പാസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ട്രാൻസ്വേഴ്സ് വേവും പാസ് ചെയ്തു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും പാസ് ചെയ്തു, രണ്ടുപേരും ടെസ്റ്റ് പാസ്സായി. ഇനി നമ്മൾ കൊണ്ടുവന്നത് ഫ്ലൂയിഡ്സിലേക്കാണ്. ഫ്ലൂയിഡ്സിൽ കൊണ്ടുപോയ സമയത്തെ ട്രാൻസ്വേഴ്സ് വേവിന് പോകാൻ പറ്റുന്നില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. എന്താ ഇപ്പോൾ പ്രശ്നം? ട്രാൻസ്വേഴ്സ് വേവിന് ആകെ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ? എടാ എന്തുകൊണ്ടാണ് ഇത് പാസ് ചെയ്യാത്തേ? ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിളിന് ഓസിലേഷൻ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നടക്കുന്നത് വേവിൻ്റെ പ്രൊപ്പഗേഷന്. അപ്പോൾ ഈ പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പോകുന്നത് എന്തിലൂടെയാണോ അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വരുമല്ലോ, വരും. അപ്പോൾ അങ്ങനെ ഷേപ്പ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഷേപ്പിലേക്ക് തിരിച്ചു വരണമല്ലോ വേവ് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന പ്രോപ്പർട്ടിക്ക് നമ്മൾ പറയുന്ന പേരെന്താ, ഇലാസ്റ്റിസിറ്റി. നിങ്ങൾ സോളിഡ്സിൽ പഠിക്കുന്ന അല്ലേ, ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതൊരു ബോഡിയും അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിസിറ്റി. അപ്പം അങ്ങനെ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉള്ളത് ആർക്ക് മാത്രമാണ്, സോളിഡ്സിന് മാത്രമാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഉള്ള ആൾക്കാരിലൂടെ മാത്രമേ ആർക്ക് പോകാൻ പറ്റുള്ളൂ, ട്രാൻസ്വേഴ്സിന് പോകാൻ പറ്റുള്ളൂ. സോ ട്രാൻസ്വേഴ്സ് വേവിന് ഏത് പാർട്ടിക്കിളിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, സോളിഡ്സിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ത് ചെയ്യും, സോളിഡ്സിലൂടെയും ഫ്ലൂയിഡ്സിലൂടെയും ട്രാവൽ ചെയ്യും. കാരണം എന്താ, അതിന് ഇലാസ്റ്റിസിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് ഷേപ്പ് ചേഞ്ച് ഒന്നും നടത്തുന്നില്ല, പാരലലായിട്ടല്ലേ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, സോളിഡ്സിലൂടെ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും പാസ് ചെയ്യും, ഫ്ലൂയിഡ്സിലൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ത് ചെയ്യാൻ പറ്റും, സോളിഡ്സിലൂടെയും ഫ്ലൂയിഡ്സിലൂടെയും പോകാം. ട്രാൻസ്വേഴ്സ് വേവ് സോളിഡ്സിലൂടെ മാത്രമേ പാസ് ചെയ്യുള്ളൂ, ബിക്കോസ് സോളിഡ്സ് ആണ് ഇലാസ്റ്റിസിറ്റി പൊസസ് ചെയ്യുന്നത്, ഫ്ലൂയിഡ്സിന് എന്തില്ല, ഇലാസ്റ്റിസിറ്റി ഇല്ല. റെഡി. അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്വേഴ്സ് വേവിന് ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്, നമ്മുടെ ഗിറ്റാറൊക്കെ ഉണ്ടല്ലോ, ഗിറ്റാറിൻ്റെ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവുകളാണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ട്രാൻസ്വേഴ്സ് വേവുകളുടെ സ്പീഡിൻ്റെ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെഡി? മെയിനായിട്ട് സോളിഡ്സിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ ഈ ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെതേ ഉള്ളൂ. അപ്പോൾ ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ 2 ഫാക്ടേഴ്സാണ് ഈ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയും, അതിനെ നമ്മൾ ലീനിയർ ഡെൻസിറ്റി എന്നും വിളിക്കാറുണ്ട് സ്നേഹത്തോടെ. ലീനിയർ ഡെൻസിറ്റി നമ്മൾ മ്യൂ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ലീനിയർ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ലീനിയർ ഡെൻസിറ്റി എന്ന് തന്നെ തരും, അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു ഇത്ര എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ തരിക? മാസും തരും ലെങ്ത്തും തരും. നിങ്ങളെങ്ങനെ മ്യൂ കാണും? മാസ് ബൈ ലെങ്ത് ചെയ്യും. റെഡി? ക്ലിയർ? രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ടെൻഷനാണ്, അഥവാ ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താണെന്നറിയോ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ. നിങ്ങൾക്ക് ടെൻഷൻ തന്നിട്ടുണ്ടാവും, മ്യൂ തന്നിട്ടുണ്ടാവും, ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഇക്വേഷനിലേക്ക് കൊടുക്കുക, നിങ്ങൾക്ക് വെലോസിറ്റി കാണാൻ പറ്റും. റെഡി? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ സ്റ്റീൽ വയർ 70 centimeter long has mass of 7 grams. If the wire is under a tension of 100 Newton, what is the speed of the transverse wave in the wire? വയറിൻ്റെ കേസിൽ എന്താ? ട്രാൻസ്വേഴ്സ് വേവ് സ്ട്രെച്ച്ഡ് സ്ട്രിങ് അല്ലേ? സ്ട്രിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രിങ് ആയിരിക്കണമെന്നില്ല. സ്ട്രിങ് ഒരു ഇത് പറയുന്നതാണ്, അത് വയറാവാം, നൂലാവാം, എന്തും ആവാം. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? റൂട്ട് ടി ബൈ മ്യൂ ആണ്. ആണല്ലോ? ആണ്. നിങ്ങൾക്ക് ടെൻഷൻ തന്നിട്ടുണ്ടോ? 100 പക്ഷെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല? മ്യൂ തന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസും ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പം മ്യൂ നമ്മളെങ്ങനെ കാണും? മാസ് ബൈ ലെങ്ത് ചെയ്യും. മാസ് എത്രയാടാ? 7 grams ആണ്. ഞാൻ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഇൻറ്റു 10⁻³ 70 centimeter ആണ് ലെങ്ത്ത്, ഞാൻ അതിനെന്ത് ചെയ്യുന്നു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. റെഡിയാണോ? 7ഉം 70 നമുക്ക് കട്ട് ചെയ്യാം, അവിടെ താഴെ 10 വരും. സോ താഴെ 10⁻⁻1, മുകളിൽ 10⁻³ 10⁻³ ബൈ 10⁻² എന്താ? 10⁻1 എന്താ? 10⁻². കിട്ടി, മ്യൂ കിട്ടി. അതിന് ഇതിലേക്ക് കൊടുത്തോ? റൂട്ട്. ടെൻഷൻ എത്രയാ? 100 ആണ്, ഡിവൈഡഡ് ബൈ 10⁻². എടാ 1/10⁻² എന്താ? ഇൻറ്റു 10⁻² എന്ന് എഴുതാൻ പറ്റും. സിമ്പിൾ. അപ്പോൾ 100 × 100 ആണ്, അതിൻ്റെ റൂട്ട് എന്താ? 100 തന്നെ. അപ്പോൾ വെലോസിറ്റി എത്രയെന്ന് കിട്ടി? 100 meter/second എന്ന് കിട്ടി. ക്ലിയർ ആണോടാ? 100 meter/second എന്ന് കിട്ടി. സെറ്റാണോ? ഇനി നമ്മൾ പറയുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സ്പീഡ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ പ്രത്യേകത എന്താ? സോളിഡ്സിലൂടെയും പോകും, ഫ്ലൂയിഡ്സിലൂടെയും പോകും. ട്രാൻസ്വേഴ്സ് വേവിനാകെ ഒന്ന് പഠിച്ചാൽ മതി, കാരണം സോളിഡ്സിലൂടെ മാത്രമേ പോവുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്താണ്? ഫ്ലൂയിഡ്സിലൂടെയും പോകും, അതേപോലെ തന്നെ സോളിഡ്സിലൂടെയും പോകും. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഡെൻസിറ്റിയും ഒന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും. എന്താ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ സോളിഡ്സിൽ പഠിക്കുന്ന എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ 3 പഠിക്കുന്നുണ്ട്. യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ ഡെൻസിറ്റിയും ആണ് എന്ത് ചെയ്യുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ സ്പീഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇക്വേഷൻ ഇങ്ങനെയാണ്: വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഞാൻ ഇ എന്ന് എഴുതുകയാണ് കേട്ടോ. ഓക്കെ, കാരണം നമ്മൾ ഡിഫറെൻ്റ് എടുക്കാം. ഇ ബൈ റോ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ റോ ആണ്, റൂട്ട് ഇ ബൈ റോ ആണ്. അപ്പോൾ സപ്പോസ് സോളിഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എടുക്കുക? ഒബ്വിയസ്ലി നമ്മൾ വൈ ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സോളിഡ്സിൻ്റെ കേസിലാണെങ്കിൽ ഇക്വേഷൻ എന്താണെന്നറിയോ? റൂട്ട് വൈ ബൈ റോ ആണ്. സോളിഡ്സിൻ്റെ കേസിലാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് കാണാൻ നിങ്ങൾക്കുള്ള ഇക്വേഷൻ റൂട്ട് വൈ ബൈ റോ ആണ്. യങ്സ് മോഡുലസ് ആണ് നിങ്ങൾ എടുക്കുന്നത്, വൈ. റെഡി? ഇനി സപ്പോസ് നിങ്ങൾ ഫ്ലൂയിഡ്സിലേക്കാണ് പോണേ. ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ നിങ്ങൾ എടുക്കുന്ന മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബൾക്ക് മോഡുലസ് ആണ് കേട്ടോ, ബി. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ബി ബൈ റോ ആണ്. റൂട്ട് ബി ബൈ റോ ആണ്. സാധനം ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ന്യൂട്ടൺ എന്ത് ചെയ്തിട്ടുള്ളത്? സൗണ്ടിൻ്റെ എയറിലൂടെയുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സൗണ്ടിൻ്റെ എയറിലൂടെയുള്ള വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പം സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, എയർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഫ്ലൂയിഡിലുള്ള വെലോസിറ്റി എടുത്താൽ മതി അല്ലേ? അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? റൂട്ട് ബി ബൈ റോ ആണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനെ ഐസോതെർമൽ പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്തു. എന്ത് പ്രോസസ്സായിട്ട്? ഐസോതെർമൽ പ്രോസസ്സായിട്ട്. ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് എന്ത് പറയാം? ബൾക്ക് മോഡുലസ് ഇസ് ഈക്വൽ ടു പ്രഷർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സ്റ്റഡി ദാറ്റ്. ഓക്കെ, അപ്പോൾ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ് എന്തിൽ? ഐസോതെർമൽ പ്രോസസ്സിൽ. അപ്പോൾ നമുക്ക് ഈ ബിക്ക് പകരം ആരെ യൂസ് ചെയ്യാം? പി യൂസ് ചെയ്യാം. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? റൂട്ട് പി ബൈ റോ എന്നായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. എടാ പ്രഷറിൻ്റെ വാല്യൂ എത്രയാണ്?
Pressure is equal to 1 into 10 raised to 5 Pascal. ഓക്കെ, ഡെൻസിറ്റി എത്രയാണ്? 1.29 ആണ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 280 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പണി. ആക്ച്വലി സൗണ്ടിൻ്റെ വെലോസിറ്റി എത്രയാണ്? 332 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത് പോലും എത്തിയിട്ടില്ല, ആകെ പണി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ന്യൂട്ടണേ സാധനം പോക്കാണ്, ഇക്വേഷൻ തെറ്റാണ്. ആ സമയത്താണ് ലാപ്ലേസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് വരുന്നത്. ലാപ്ലേസ് വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ലാപ്ലേസ് പറഞ്ഞു ഈ ഇക്വേഷൻ തെറ്റാണ്, ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, എന്നിട്ട് ലാപ്ലേസ് പറഞ്ഞു ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് അഡിയാബാറ്റിക് പ്രോസസ്സാണ്, അല്ലാണ്ട് അത് ഐസോതെർമൽ പ്രോസസ്സ് അല്ല. ഏത്? സൗണ്ടിൻ്റെ എയറിലൂടെയുള്ള പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അഡിയാബാറ്റിക് പ്രോസസ്സാണ്. റെഡി? അല്ലാതെ ഐസോതെർമൽ പ്രോസസ്സ് അല്ല. അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത പ്രകാരം അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ PV raised to gamma is a constant ആണ്. അതിൻ്റെ കുറേ ഒരു ഡെറിവേഷൻ തന്നെ ഇതിലുണ്ട്. ഈ ഡെറിവേഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 98% ചോദിക്കില്ല, 2% ഒക്കെ ചോദിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് ഇവിടെ പറയുന്നില്ല. നമ്മൾ വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ഡെറിവേഷൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ലാപ്ലേസ് കറക്ഷൻ്റെ ഇക്വേഷൻ അതിൻ്റെ ഒരു ഡെറിവേഷൻ വീഡിയോ അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടാൽ മതി. കാരണം അത് ഇമ്പോർട്ടൻ്റ് അല്ല, ചോദ്യം ചോദിക്കാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് അഡിയാബാറ്റിക് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ PV raised to gamma is a constant എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, ഗാമ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ നിങ്ങൾക്കറിയാം, വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. ഗാമ ആരായിരുന്നു? CP/CV ആണ് ഗാമ, അല്ലേ? CP/CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു ദ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ ന്യൂട്ടൺ പറഞ്ഞ ഇക്വേഷൻ √P/ρ ആണെന്നുണ്ടെങ്കിൽ അഡിയാബാറ്റിക് പ്രോസസ്സ് പ്രകാരം ഈ ഇക്വേഷനെ നമ്മൾ ബൾക്ക് മോഡുലസിനെ നമ്മൾ എങ്ങനെ എഴുതണം? ഗാമ പി എന്ന് എഴുതണം. വെറും പി എന്ന് എഴുതിയാൽ പോരാ, ഗാമ പി എന്ന് എഴുതണം. സോ ഇക്വേഷൻ ഗാമ P/ρ എന്നായിട്ട് മാറും എന്ന് ആര് പറഞ്ഞു? ലാപ്ലേസ് പറഞ്ഞു. അപ്പോൾ എയറിലൂടെ ആണല്ലോ, എയറിൽ ഗാമയുടെ വാല്യൂ എത്രയാണ്? 1.44 ആണ്. പ്രഷർ നമ്മൾ നോർമലി 10 raised to 5 Pascal ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.29 ആണ്. വാല്യൂസ് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 330 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എന്ത് ചെയ്തു? ന്യൂട്ടൻ്റെ തെറ്റ് ആര് കറക്റ്റ് ചെയ്ത് കൊടുത്തു? ലാപ്ലേസ് കറക്റ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? പിന്നെ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്. എന്ത്? വാട്ട് ആർ ദ കറക്ഷൻസ് മെയ്ഡ് ബൈ ലാപ്ലേസ് ഇൻ ന്യൂട്ടൺസ് ഫോർമുല? എന്തൊക്കെ കറക്ഷൻ ആയിരുന്നു ഫോർമുലയിൽ വരുത്തിയിട്ടുള്ളത്? √P/ρ എന്നുള്ളത് എന്താക്കി മാറ്റി? √γ P/ρ എന്നാക്കി മാറ്റി, അല്ലേ? ആൻഡ് ഇയാൾ എന്ത് പറഞ്ഞു? ഇത് ഐസോതെർമൽ പ്രോസസ്സ് അല്ല, അഡിയാബാറ്റിക് പ്രോസസ്സ് ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. യൂസിങ് ലാപ്ലേസ് ഇക്വേഷൻ ഫൈൻഡ് ദ കറക്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ. അപ്പം നിങ്ങൾ എന്ത് എഴുതുന്നു? ലാപ്ലേസ് ഇക്വേഷൻ എഴുതുന്നു. ഗാമയുടെ വാല്യൂ 1.44, പ്രഷറിൻ്റെ വാല്യൂ 10 raised to 5 Pascal, റോയുടെ വാല്യൂ 1.29. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, യു ഗെറ്റ് 330 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, റെഡി? ഫൈൻ. ഇനി യെസ്, into the very important topic of this chapter, standing waves അഥവാ സ്റ്റേഷനറി വേവ്സ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ട്രാവലിംഗ് വേവ്സിനെ കുറിച്ചായിരുന്നു. ട്രാവലിംഗ് വേവ്സിൻ്റെ ഇക്വേഷൻ, ട്രാവലിംഗ് വേവ്സിൻ്റെ പ്രത്യേകതകൾ, ട്രാവലിംഗ് വേവ്സിൻ്റെ പാരാമീറ്റേഴ്സ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടുള്ളത്? പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് സ്റ്റാൻഡിങ് വേവ്സ് അഥവാ സ്റ്റേഷനറി വേവ്സ് ആണ്. അപ്പോൾ എന്താ സ്റ്റാൻഡിങ് വേവ്സ്? വാട്ട് സ്റ്റേഷനറി വേവ്സ്? എടാ, രണ്ട് വേവുകൾ ഇങ്ങനെ പാസ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു വേവ് ഉണ്ട്, പ്ലസ് ഇവിടെ ഒരു വേവ് ഉണ്ട്. ഇവർ രണ്ട്, ഇയാൾ ഇവിടെ നിന്നാണ് വരുന്നത്, ഇയാൾ ഇവിടെ നിന്നാണ് വരുന്നത്. എന്താ സംഭവിക്കുക? ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടും. ഓക്കെ, സപ്പോസ് ഈ ഭാഗങ്ങളാണ് കൂട്ടിമുട്ടുന്നത്. ഇവർ രണ്ടുപേര്, ഒരു വേവിൻ്റെ ഈ ഭാഗം, ഒരു വേവിൻ്റെ ഈ ഭാഗം, ഇത് രണ്ടുമാണ് കൂട്ടിമുട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വലിയൊരു വേവ് കിട്ടും, ഇല്ലേ? ഇയാൾ പ്ലസ് അതിൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും, വലിയൊരു വേവ് കിട്ടും. റെഡി? സപ്പോസ് ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് കൂട്ടിമുട്ടുന്നത്, അപ്പോൾ എന്താ ഉണ്ടാവുക? വലിയൊരു ഇതുണ്ടാവും. റെഡി? അപ്പം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ പൊസിഷൻ. അപ്പോൾ ഈ സൂപ്പർ പൊസിഷനിൽ നടക്കുമ്പം ഈ വേവ്സിനൊക്കെ സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സൂപ്പർ പൊസിഷന് നമ്മൾ ഇൻ്റർഫറൻസ് എന്നാണ് പറയുക. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അത്രമാത്രം മനസ്സിലാക്കുക കേട്ടോ. ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ രണ്ടും കൂടെ കൂട്ടിമുട്ടാണ്, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ അങ്ങനെ രണ്ട് വേവുകൾ, ദേ ആർ ഓഫ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, അങ്ങനെയുള്ള രണ്ട് വേവുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഇൻ്റർഫിയർ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡിങ് വേവ്സ്.
ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? രണ്ട് വേവുകൾ അവർക്ക് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം ഫ്രീക്വൻസി ആണ്, സെയിം വേവ് ലെങ്ത് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റേഷനറി വേവ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോടാ? ഇതാണ് സ്റ്റേഷനറി വേവ്സിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. റെഡി? രണ്ട് വേവുകൾ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ? ബ്ലൂ വേവ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണ്, ഗ്രീൻ വേവ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. ഓക്കെ, എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഉണ്ടാവുന്ന സ്റ്റാൻഡിങ് വേവ് ആണ് ആ റെഡ് കളർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർഫറൻസ് നടക്കുകയാണ്. നമ്മൾ നോക്കിക്കേ, ഒരു പച്ചയൊരു ചുവപ്പും ഒരു പച്ചയൊരു നീലയും കൂടെ കൂടുമ്പോൾ വലിയൊരു ചോപ്പ് ഉണ്ടാകുന്നുണ്ടോ? അത് നമ്മൾ പറഞ്ഞ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ. റെഡി? അപ്പോൾ ഈ നമ്മുടെ സ്റ്റാൻഡിങ് വേവ് ഏകദേശം ഇങ്ങനെ വരാം. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങളിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ വേവ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയും ഇങ്ങനെയും വരുന്നുണ്ട് വേവ്, ഇല്ലേ? ഈ ഒരു പൊസിഷൻ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതാണ് ആക്ച്വലി എന്ത്? സ്റ്റാൻഡിങ് വേവ്സ് കേട്ടോ. ദിസ് ഇസ് വാട്ട് ഇസ് എ സ്റ്റാൻഡിങ് വേവ്. റെഡിയാണോ? അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ്സ് എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ഇക്വേഷൻ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇക്വേഷൻ ഓഫ് എ സ്റ്റാൻഡിങ് വേവ് എന്താണെന്ന് അല്ലേ? എന്തായിരുന്നു ഇക്വേഷൻ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ്? y is equal to 2a sin kx cos omega t. ഇതാണ് സ്റ്റാൻഡിങ് വേവിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷനും ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഡെറിവേഷൻ എന്തല്ല? ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് ഇവിടെ പറയുന്നില്ല. ഇതുവരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. അത് വേണമെങ്കിൽ നമ്മൾ വേറൊരു ഡെറിവേഷൻ വീഡിയോ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം. ആവശ്യമുള്ളവർക്ക് അവിടെ കാണാം. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2a sin kx cos omega t എന്നുള്ള ഇക്വേഷൻ ഫോർ സ്റ്റാൻഡിങ് വേവ്സ്. ഇതിലൊരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ഈ മൊത്തം ടേം 2a sin kx ഈ മൊത്തം ടേമാണ് എന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. റെഡി? നമ്മുടെ സ്റ്റാൻഡിങ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മൊത്തം ടേം, വെറും 2a അല്ല, 2a sin kx എന്നുള്ള മൊത്തം ടേമാണ് എന്ത്? നമ്മുടെ സ്റ്റാൻഡിങ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് അത്ര ഒരു ടേം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. നൗ ഇനി സ്റ്റാൻഡിങ് വേവ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നിങ്ങൾ സ്റ്റാൻഡിങ് വേവ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റാൻഡിങ് വേവിൽ കുറച്ച് പോയിന്റ്സ് അനങ്ങുന്നുണ്ടാവില്ല. അതായത് ഈ ചുവന്ന സാധനമാണ് ഇവിടെ ഉണ്ടാകുന്ന സ്റ്റാൻഡിങ് വേവ് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റാൻഡിങ് വേവിൻ്റെ ഈ പോയിന്റ്, ഈ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ പോയിന്റുകൾ അനങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ അനങ്ങാതെ നിൽക്കുന്ന അനങ്ങാപ്പാറകളായിട്ടുള്ള ഈ പോയിന്റുകൾ, ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള 0 ആയിട്ടുള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോട്ട്സ്. സ്റ്റാൻഡിങ് വേവിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുള്ള പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോട്ട്സ് എന്ന് വിളിക്കുന്നത്. സോ ദ പോയിന്റ് വെയർ ഡിസ്പ്ലേസ്മെന്റ് 0 ഇൻ എ സ്റ്റാൻഡിങ് വേവ് ഇസ് കോൾഡ് നോട്ട്സ്. അപ്പോൾ ഇനി അടുത്ത ആളാണ് ആൻറ്റി നോട്ട്സ്. ആൻറ്റി നോട്ട്സ് ആരായിരിക്കും? ഈ ഒരു വേവിൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എത്തുന്ന പോയിന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലേ? ഈ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എത്തുന്ന ഈ ഒരു പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആൻറ്റി നോട്ട്സ്. അപ്പം നമ്മുടെ സ്റ്റാൻഡിങ് വേവിൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയിട്ടുള്ള പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി നോട്ട്സ്. ക്ലിയർ ആണോ? ഡിസ്പ്ലേസ്മെന്റ് 0 ആയിട്ടുള്ള പോയിന്റ്സ് എന്താണ്? നോട്ട്സ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ആൻറ്റി നോട്ട്സ് ആണ്. അപ്പം നമ്മളൊരു സ്റ്റാൻഡിങ് വേവിനെ ഇങ്ങനെ ഒരു വേവ് ഉണ്ടാകും, അതേ വേവ് തന്നെ താഴോട്ടും ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റാൻഡിങ് വേവിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ പോയിന്റുകളൊക്കെ എന്തായിരിക്കും? നോട്ട്സ് ആയിരിക്കും. റെഡി? ഈ പച്ച പോയിന്റുകളൊക്കെ എന്താണ്? നോട്ട്സ് ആണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ബ്ലൂയിലാണ് കേട്ടോ. അത് ഈ ബ്ലൂ പോയിന്റ്സ് ഇവരൊക്കെ എന്തായിരിക്കും? ആൻറ്റി നോട്ട്സ് ആയിരിക്കും. റെഡി ആണല്ലോ? ആൻറ്റി നോട്ട്സ്. ഓക്കെ, റെഡി? ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേടാ. എങ്ങോട്ട് നോക്കണം? ഈ വേവിലേക്ക് നോക്ക്. ഇവിടെ ഇത് നോക്കുമ്പോൾ ഒരു ഫുൾ വേവ് ആണല്ലോ. ഒരു ഫുൾ വേവ് അല്ലേ ഈ കാണുന്നത്? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ലാംഡയാണ്. സംശയമൊന്നുമില്ല. ഓക്കെ എടാ, ഇതൊരു നോഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത് മൊത്തം ലാംഡയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ലാംഡയുടെ പകുതി λ/2 ആയിരിക്കും. ഓക്കെ, അതെവിടെയാണ് നോക്കിക്കേ? നോഡും തമ്മിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡും തമ്മിൽ എപ്പോഴും ഉള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? λ/2 ആയിരിക്കും. മറക്കരുത്.
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു നോഡും തമ്മിൽ എപ്പോഴും ലെങ്ത് എത്രയായിരിക്കും? λ/2. ലാംഡ എന്താ? വേവ് ലെങ്ത് ബൈ 2 ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇതൊരു ആൻറ്റി നോഡാണല്ലോ, ഇതൊരു നോഡാണല്ലോ. ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് ഇത് λ/2 ആണെങ്കിൽ ഇത് λ/2ൻ്റെ പകുതി ആയിരിക്കൂലേ? λ/2/2 എന്താ സാധനം? λ/4. അപ്പോൾ ഒരു നോഡും ഒരു ആൻറ്റി നോഡും നമ്മളുടെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? λ/4 ആയിരിക്കും. സംശയമില്ലല്ലോ? എടാ ഈ ഫുൾ ലെങ്ത് ലാംഡ ആണെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് λ/2, ഈ ലെങ്ത് λ/4. ഇത് നോഡും തമ്മിൽ, ഇത് നോഡും ആൻറ്റി നോഡും തമ്മിൽ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് ഈ ചാപ്റ്ററിലെ വളരെ മെയിൻ ആയിട്ടുള്ള പരിപാടി. എന്ത്? ഡെറിവേഷൻ. എന്തിൻ്റെ ഡെറിവേഷനാണ്? 3 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഒന്ന് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ, ഒന്ന് ഓപ്പൺ ഓർഗൻ പൈപ്പിൽ, ഒന്ന് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ. എന്താ വരുന്നത്? അതായത് ഇപ്പോൾ ഈ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു. എവിടെയൊക്കെയായിരുന്നു? നമ്മുടെ ഗിറ്റാർ പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഗിറ്റാറിലൊക്കെ എന്താ ഉള്ളത്? സ്ട്രിങ് ആണ്. അപ്പോൾ ഈ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഡിഫറെൻറ്റ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുമ്പോഴാണ് ഡിഫറെൻറ്റ് ട്യൂൺസ് നമുക്ക് കിട്ടുന്നത്. കാരണം ഓരോ സ്റ്റാൻഡിങ് വേവിന് ഓരോ ഫ്രീക്വൻസി ഉണ്ടാകും. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡിങ് വേവ്, ഇപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് മോഡുകളായിട്ടാണ് ഉണ്ടാവുക. ഡിഫറെൻറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു 3 മോഡുകളും അതിൻ്റെ ഫ്രീക്വൻസി ഡെറൈവ് ചെയ്യുന്നതുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകുന്നത്. ഇത് സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ. ഇനി നമുക്ക് ഓപ്പൺ ഓർഗൻ പൈപ്പും ക്ലോസ്ഡ് ഓർഗൻ പൈപ്പും ഉണ്ട്. ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മൾ ആ സമയത്ത് പറയാം. ഓക്കെ, അപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡെറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 1ാമത്തെ മോഡാണ് കേട്ടോ. 3 മോഡാണ് നമ്മൾ പഠിക്കുക. കുറേ മോഡ് ഉണ്ടാവും, നമ്മൾ 3 തന്നെ പഠിക്കുന്നുള്ളൂ. മോഡ് 1 ഒരു ഉണ്ടായിട്ടാണ് സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുക. ഓക്കെ, ഒരു ഉണ്ട. ഓക്കെ, മോഡ് 2 2 ഉണ്ട, മോഡ് 3 3 ഉണ്ട. ഓക്കെ, 1ാമത്തെ മോഡൽ ഒരു ഉണ്ട, 2ാമത്തെ മോഡൽ 2 ഉണ്ട, 3ാമത്തെ മോഡൽ 3 ഉണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ 1ാമത്തെ മോഡൽ ഒരു ഉണ്ട ഫോമിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, എടാ ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും എന്തായിരിക്കും? നോഡാണോ ആൻറ്റി നോഡാണോ ഉണ്ടാവുക? ഫിക്സ്ഡ് എൻഡിൽ ഏത് സമയത്തും ആരാ ഉണ്ടാവുക? നോഡ്സ് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവർക്കും സംശയമില്ലല്ലോ? ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും ഉണ്ടാകുന്നത് ആരായിരിക്കും? നോഡ്സ് ആയിരിക്കും. അപ്പോൾ 2 എൻഡിലും നമ്മൾ നോട്ട്സിനെ മാർക്ക് ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യാൻ പഠിക്കല്ലോ കേട്ടോ. അപ്പോൾ 2 ഫിക്സ്ഡ് എൻഡാണ്, സ്ട്രിങ്ങുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 എൻഡിൽ നോട്ട്സിനെ മാർക്ക് ചെയ്തു. അപ്പോൾ പിന്നെ ഈ 2 പോയിന്റ് എന്തായിരിക്കും? ആൻറ്റി നോട്ട്സ് ആയിരിക്കും. സംശയമൊന്നുമില്ല. റെഡി, ഫൈൻ. എടാ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ എല്ലെന്ന് എടുക്കുകയാണ്. ഈ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ എല്ലെന്ന് എടുത്തു. ഓക്കെ, അപ്പം നിങ്ങൾ പറ ഇതൊരു നോഡും ഇതൊരു നോഡുമാണ്. 2 നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? λ/2 ആയിരിക്കും. അപ്പോൾ എല്ലിന് പകരം എനിക്ക് എന്തും പറയാം? λ/2 എന്നും പറയാം. അപ്പോൾ അത് ഞാനിവിടെ എഴുതുവാണ്. അതായത് L is equal to λ/2. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് λ is equal to ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2L എന്ന് എഴുതാൻ പറ്റും. λ equal to 2L എന്ന് എഴുതാൻ പറ്റും. റെഡി, ക്ലിയർ? എടാ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, V is equal to ന്യൂ ലാംഡ അല്ലേ? അവിടുന്ന് നിങ്ങൾ ന്യൂ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ന്യൂ എങ്ങനെ എഴുതാം? ലാംഡനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ V/λ. നമ്മൾ കാണാൻ പോകുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പം ന്യൂ ഇസ് ഈക്വൽ ടു V/λ. അപ്പോൾ 1ാമത്തെ ഫ്രീക്വൻസി കാണാടാ, ന്യൂ1 കാണാം, വിച്ച് ഇസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ ലാംഡക്ക് പകരം എന്ത് കൊടുക്കാം? 2L കൊടുക്കാം. അപ്പോൾ V/2L എന്ന് കിട്ടും. ഇതാണ് 1ാമത്തെ മോഡിൻ്റെ ഫ്രീക്വൻസി, V/2L. ക്ലിയർ ആണോ? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. എന്താ നമ്മൾ വിളിക്കുക? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയും. എന്ത് പറയും? ഫസ്റ്റ് ഹാർമോണിക്സ്. റെഡി? ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആണോടാ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ മോഡിൻ്റെ ഫ്രീക്വൻസിയാണ് ഇനി നമ്മൾ കാണാൻ പോണത് കേട്ടോ. അപ്പോൾ മോഡ് നമ്പർ 2. റെഡി? ഇപ്പോൾ 2 ഉണ്ടയാണ് ഉണ്ടാവുക. നമ്മൾ എൻഡുകളിൽ എന്തുണ്ടാവും? നോഡുകൾ ഉണ്ടാവും. അപ്പോൾ 3 നോഡുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ 2 എൻഡിൽ നോഡുകളായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഉണ്ട വരുന്നതുകൊണ്ട് ഈ പോയിന്റ് എന്ത് ചെയ്യില്ല? അനങ്ങൂല. അപ്പോൾ ഇതിനെ നമുക്ക് നോഡാക്കാം. സോ ദിസ് ഇസ് ആൻറ്റി നോഡുകൾ. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ഉള്ള പോയിന്റ്സ് അല്ലേ? ആൻറ്റി നോഡുകൾ. ഇത് മാർക്ക് ചെയ്തു. ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ എന്തെന്ന് എടുക്കുവാണ്? L എന്ന് എടുക്കുവാണ്. അപ്പം ഇനി നിങ്ങൾ പറ, ഇവിടെ എത്ര λ/2 ഉണ്ട്? പറ. ഇത് ഒരു λ/2, ഇത് അടുത്ത λ/2. അപ്പോൾ എത്ര λ/2s ഉണ്ട്? 2 λ/2 അല്ലേ? ഇതൊരു λ/2, ഇത് അടുത്ത λ/2. റെഡി? അപ്പം നമുക്ക് Lനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L is equal to 2 λ/2 എന്ന് എഴുതാൻ പറ്റും. പ്രശ്നമില്ലല്ലോ? ഇല്ല. 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ L is equal to λ എന്ന് കിട്ടും. പ്രശ്നമില്ലല്ലോ? ഫൈൻ.
എടാ ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ ലാംഡയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഫ്രീക്വൻസിയാണ് കാണുന്നത്. അപ്പം ന്യൂ ടു കാണാം, മോഡ് 2 അല്ലേ. അപ്പം ന്യൂ ടു ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡക്ക് പകരം നമ്മൾ എൽ കൊടുക്കുന്നു. അപ്പം ന്യൂ ടു ഇസ് ഈക്വൽ ടു വി ബൈ എൽ എന്ന് കിട്ടി. റെഡി? ന്യൂ ടു ഇസ് ഈക്വൽ ടു വി ബൈ എൽ എന്ന് കിട്ടി. എടാ ഇതെന്താണ്? ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. അതെങ്ങനെ എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് വി ബൈ എൽ ആണ് എന്ത്? ന്യൂ ടു എന്ന് പറയുന്നത്. എടാ ന്യൂ വൺ എന്താ? വി ബൈ 2L ആണ്. ഇതിന് ഇൻറ്റു 2 ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. ഇൻറ്റു 2 ചെയ്താൽ എന്താ കിട്ടുക? 2 ക്യാൻസൽ ചെയ്യും, വി ബൈ എൽ എന്ന് കിട്ടും. സോ ഈ ന്യൂ ടുവിനെ നിങ്ങൾക്ക് എന്തെഴുതാം? 2 ന്യൂ വൺ എന്ന് എഴുതാം. സോ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ ടുവിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 ന്യൂ വൺ എന്ന് എഴുതാം. സോ ദിസ് ഇസ് സെക്കൻഡ് ഹാർമോണിക്സ്. ക്ലിയർ ആണോ? സെക്കൻഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ എന്നും നമ്മൾ പറയും. ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഓവർടോൺ ഷോർട്ടാക്കിയിട്ട് OT എഴുതിയാ കേട്ടോ. സെക്കൻഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓവർടോൺ. എടാ ഇനി അടുത്ത മോഡിലേക്കാണ് നമ്മൾ പോണത്. മോഡ് നമ്പർ 3. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്? 3 ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഇത് നോഡായിരിക്കും, ഇവിടെ നോഡായിരിക്കും, ഇവിടെ നോഡായിരിക്കും, ഇവിടെ നോഡായിരിക്കും. ഇതും എന്താണ്? ആൻറ്റി നോട്ട്സ് ആണ്. ഇതും എന്താണ്? ആൻറ്റി നോട്ട്സ് ആണ്. ഇതും എന്താണ്? ആൻറ്റി നോട്ട്സ് ആണ്. ക്ലിയർ? ടോട്ടൽ ലെങ്തിനെ നമ്മൾ എന്തെന്നെടുക്കുന്നു? L എന്നെടുക്കുന്നു. ഓക്കെ ഫൈൻ. എടാ ടോട്ടൽ ലെങ്തിനെ നമ്മൾ L എന്നെടുത്തു. ഇത് ഒരു λ/2 ആണോ? ആണ്. ഇത് അടുത്ത λ/2 ആണോ? ആണ്. ഇത് അടുത്ത λ/2 ആണോ? ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര λ/2 ഉണ്ടടാ? 3 λ/2 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. എങ്ങനെ? L is equal to 3 λ/2 അല്ലേ? അപ്പോൾ ഇവിടുന്ന് ലാംഡ കാണാൻ എന്താ ചെയ്യുക? 2നെ ഇങ്ങോട്ട് എടുക്കും, 3നെ താഴോട്ട് എടുക്കും. അപ്പോൾ 2L/3 അല്ലേ? ലാംഡ ഇസ് ഈക്വൽ ടു 2L/3. എടാ ഇവിടെ മൂന്നാമത്തെ മോഡല്ല. അപ്പം ന്യൂ 3 ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡയാണ്. ലാംഡക്ക് പകരം നമ്മൾ ആരെ കൊടുക്കുന്നു? 2L/3 കൊടുക്കുന്നു. വി ബൈ 2L/3 എന്തായിട്ട് മാറും? വി ബൈ 2L ഈ ബൈ 3 എവിടെത്തും? മുകളിലെത്തും. അപ്പോൾ 3V/2L ആയിട്ട് മാറും. ഇതെന്താണ്? ന്യൂ 3 ആണ്. മക്കളെ നോക്കിക്കേ, V/2L ആണ് ഒന്നാമത്തേത്. ഇത് 3V/2L ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 3 ന്യൂ വൺ എന്ന് എഴുതാൻ പറ്റും. റെഡി ആണോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. തേർഡ് ഹാർമോണിക്സ്. റെഡിയാണോ? തേർഡ് ഹാർമോണിക്സ്. ക്ലിയർ ആണോ? 3 ന്യൂ വൺ എന്ന് വിളിക്കാം. ദാറ്റ് ഇസ് തേർഡ് ഹാർമോണിക്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർടോൺ. റെഡി ആണോടാ? ക്ലിയർ ആണോടാ? ഫൈൻ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 3 മോഡേ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ന്യൂ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/2L ആണ്. ന്യൂ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × V/2L ആണ്. ന്യൂ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × V/2L ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂ N എന്തായിരിക്കും? N × V/2L ആയിരിക്കും അല്ലേ? എത്രാമത്തെ ആണോ അത് ഇൻറ്റു V/2L ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കിട്ടും. സോ ഇതിൻ്റെ ജനറൽ ഫോർമുലയാണ് ന്യൂ N ഇസ് ഈക്വൽ ടു N × V/2L എന്നുള്ളത്. റെഡി? ഫൈൻ. ഇനി നമ്മൾ ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു ന്യൂ 3 കാണുവാണ്. അപ്പോൾ എന്താ കിട്ടുക നിങ്ങൾക്ക്? ന്യൂ 1 ഈസ് ടു ന്യൂ 2 ഈസ് ടു ന്യൂ 3. എടാ ന്യൂ 1 എന്ന് പറഞ്ഞാൽ ന്യൂ 1 ആണ്. ന്യൂ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ന്യൂ 1 ആണ്. ന്യൂ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ന്യൂ 1 ആണ്. അപ്പോൾ നിങ്ങൾ റേഷ്യോ എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ന്യൂ 1 ക്യാൻസൽ ചെയ്യും. 1:2:3 എന്ന് കിട്ടും ഇല്ലേ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരെ ഇത് പ്രൂവ് ചെയ്യാൻ. നിങ്ങൾക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ പറയും, എന്നിട്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എയും ബിയും ആയിട്ട് വരും. എയിൽ നിങ്ങളോട് പറയും ഫിഗർ മാത്രം വരയ്ക്കുക, ബിയിൽ നിങ്ങളോട് പറയും ഇത് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിഗർ വരച്ചിട്ട് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ചെയ്ത് ഈ മെത്തേഡില്ലേ, എന്ത് ചെയ്യുക? നിങ്ങൾ ഫിഗർ വരയ്ക്കുക, ഓരോന്നും പ്രൂവ് ചെയ്യുക. നമ്മുടെ ന്യൂ 1 = 2 ന്യൂ 1 എന്ന് എടുക്കുക, ന്യൂ 3 = 3 ന്യൂ 1 എടുക്കുക. ഫിഗറൊക്കെ വരച്ചിട്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് പ്രൂവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ എഴുതുക, 1:2:3 റേഷ്യോ കാണാം. സപ്പോസ് നിങ്ങൾക്ക് ആദ്യം ഫിഗർ വരയ്ക്കാൻ, അപ്പോൾ നിങ്ങൾ ഫിഗർ മാത്രം വരയ്ക്കാം. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇത് പ്രൂവ് ചെയ്യാനാണ്. 1:2:3 എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. മാർക്ക് നോക്കണേ, 2 or 3 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ജനറൽ ഫോം എടുക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക? N-ന് 1 കൊടുക്കുക, അപ്പോൾ 1 × V/2L കൊടുക്കും. N-ന് 2 കൊടുക്കുക, രണ്ടാമത്തെ കിട്ടും. N-ന് 3 കൊടുക്കുക, മൂന്നാമത്തെ കിട്ടും. എന്നിട്ട് നിങ്ങൾ ന്യൂ 1 = 2 ന്യൂ 1, ന്യൂ 2 = ന്യൂ 1 = ന്യൂ 1, ന്യൂ 1 = 2 ന്യൂ 1, ന്യൂ 2 = 2 ന്യൂ 1, ന്യൂ 3 = 3 ന്യൂ 1 എന്നും കിട്ടും. അതിൻ്റെ റേഷ്യോ എടുക്കുക, 1:2:3 പ്രൂവ് ചെയ്യുക. സപ്പോസ് ഒരു 4 മാർക്കിനൊക്കെയാണ് ഈ റേഷ്യോ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗറിന് തന്നെ പ്രൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആണോ ലീസാണ്? അങ്ങനെ ചോദിക്കില്ല, അധികം 2 or 3 മാർക്കിനെ ചോദിക്കുള്ളൂ.
അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജനറൽ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സാധനം ക്ലിയർ ആണല്ലോ. സോ n/v/12 ആണ് നമ്മുടെ ജനറൽ ഫോർമുല. അതിലേക്ക് ഓരോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമ്മുടെ റേഷ്യോ പ്രൂവ് ചെയ്യാൻ പറ്റും. റെഡി? ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. വാട്ട് ആർ നോട്ട്സ് ആൻഡ് ആൻറ്റി നോട്ട്സ് എന്ന് ചോദിക്കും. ഡ്രോ ദ ഫസ്റ്റ് 2 ഹാർമോണിക്സ്. കണ്ടോ, ഇത് ഫിഗർ മാത്രം വരയ്ക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് നോഡും ആൻറ്റി നോഡും മാർക്ക് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുമല്ലാണ് പ്രൂവ് ദാറ്റ് ഫ്രീക്വൻസീസ് ഓഫ് വൈബ്രേഷൻസ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഫിഗർ വരയ്ക്കുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ഫോർമുല എടുക്കുക, എന്നിട്ട് പ്രൂവ് ചെയ്യുക. ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഓപ്പൺ ഓർഗൻ പൈപ്പ്. അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ലെറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈസ് 45 ഹെർട്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ വയർ ഇസ് 87.5 സെന്റിമീറ്റർ. ഇഫ് ദ ലീനിയർ ഡെൻസിറ്റി ഓഫ് ദ വയർ ഇസ് 4 × 10⁻², ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. എടാ, ഇത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആരുടെയാ? ലെങ്ത് ഓഫ് ദ വയർ. അപ്പോൾ സ്ട്രെച്ചഡ് സ്ട്രിംഗ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/12 ആണ്. അതിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 45 ഹെർട്സ് ആണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് തന്നത്? ലെങ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 87.5 സെന്റിമീറ്റർ ആണ്. പിന്നെ എന്താ തന്നത്? ലീനിയർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതായത് മ്യൂ തന്നിട്ടുണ്ട് 4 × 10⁻² ആണ്. ചോദ്യം എന്താ? ടെൻഷൻ കാണണം. ഇപ്പൊ എന്തത്? എന്താ സംഭവം? സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലെ വെലോസിറ്റി നമുക്കറിയാം എന്താണ്? √T/μ ആണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കാണാൻ പറ്റും? v കാണാൻ പറ്റും അല്ലേ? ഈ കിട്ടിയ v എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മ്യൂ ഉണ്ട്, അതും കൊടുക്കുക. അത് ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തും കാണാൻ പറ്റും? ടെൻഷനും കാണാൻ പറ്റും. കിട്ടിയോ? അപ്പം ഇതിൽ നിന്ന് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ എവിടെ കൊടുക്കണം? കമൻറ്റ് ബോക്സിൽ. റെഡി? അപ്പം എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം തന്നെ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും. ആ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിൽ ആൻസർ ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതോ ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ ആ ഒരു ഫേവറും കൂടെ എനിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് ഇടണം. ഓക്കെ, ഫൈൻ. യെസ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ഓപ്പൺ ഓർഗൻ പൈപ്പിനെ കുറിച്ചാണ്. എടാ, ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 തലയും ഓപ്പണായി കിടക്കുന്ന പൈപ്പാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. അപ്പം ഇത് മ്യൂസിക്കലും ഇപ്പം എന്താ ഒരു കണക്ഷൻ കിട്ടുന്നില്ല അല്ലേ? ഫ്ലൂട്ടിൻ്റെ സ്ഥിതി എന്താ? 2 തലയും ഓപ്പൺ ആണ്. അതിനാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൂട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാവുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആണ്. ഇതിലും ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിലുള്ള സൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. റെഡി? അപ്പോൾ ഈ ഫ്ലൂട്ടിൽ ഉണ്ടാകുന്ന പരിപാടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു സുഖമുണ്ട്. എന്താണെന്നറിയോ? ഇക്വേഷൻ സെയിമാ. ആരുടെ? സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ സെയിം ആണ്. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഈ ഫിഗർ മാത്രമേ വ്യത്യാസമുള്ളൂ. വേറെ ഒന്നും ഡിഫറൻസ് ഇല്ല. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ അതേ ഇക്വേഷൻസ്, ബട്ട് ഫിഗർ മാത്രം ഡിഫറൻസ്. എന്നാലും നമുക്കിത് ഡിറൈവ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിൻ്റെ ഡെറിവേഷനിൽ നമ്മൾ ലെങ്ത് എടുക്കുന്നതിൽ മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ, വേറൊരു വ്യത്യാസമില്ല. ബാക്കിയൊക്കെ സെയിമാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഫിഗർ മോഡ് വരുന്നത്. സോ ദിസ് ഇസ് മോഡ് നമ്പർ 1. ഇതേതാണ്? മോഡ് നമ്പർ 1. മോഡ് 1 ആണ് കേട്ടോ. ഓക്കെ, 3 മോഡ് തന്നെയാണ് നമ്മൾ ഇതിലും പഠിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് പൈപ്പിനെ നമ്മൾ എന്തെന്നെടുക്കുന്നു? L എന്നെടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, λ/2 അല്ല നമ്മൾ എടുക്കുന്നത്. ഓപ്പൺ എൻഡിൽ എപ്പോഴും എന്താ ഉണ്ടാവുക? ആൻറ്റി നോഡുകൾ ഉണ്ടാവുക. അപ്പോൾ ഫിക്സഡിൻ്റെ ഇല്ല. അപ്പോൾ ഫിക്സഡിൻ്റെ ആരാ ഇവിടെ വരിക? നടുവിലാണ് വരുന്നുണ്ടാവുക, നോഡ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ എൻഡിൽ എപ്പോഴും ആരാ ഉണ്ടാവുക? ആൻറ്റി നോഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഓപ്പൺ എൻഡിൽ ആൻറ്റി നോഡ്സിനെ മാർക്ക് ചെയ്യും. സെൻറ്ററിൽ നമ്മൾ ആരുണ്ടാവും? നമ്മുടെ നോഡ് ഉണ്ടാവും. ഒന്നാമത്തെ മോഡൽ. റെഡി? അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് നോഡും ആൻറ്റി നോഡും ആണ്. നോഡും ആൻറ്റി നോഡും നമ്മുടെ ഡിസ്റ്റൻസ് എത്രയാണ്? λ/4 ആണ്. അപ്പോൾ ഇതൊരു λ/4, 2 λ/4 അല്ലേ? അപ്പോൾ നമുക്ക് എല്ലിനെ എങ്ങനെ എഴുതാൻ പറ്റും? L = 2 λ/4 ആണ് അല്ലേ? അപ്പോൾ 2ഉം 4ഉം കട്ട് ചെയ്തു, λ/2 എന്ന് കിട്ടി. അപ്പോൾ L = λ/2. നേരത്തെ സെയിം പരിപാടി. u1 = v/λ ആണ്. u1 = v/λ ആണ്. അപ്പോൾ ഇവിടുന്ന് L = λ/2 എന്ന് λ = 2L എന്ന് എഴുതാം. അപ്പോൾ ലാംഡക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? v/2L കൊടുക്കുന്നു. u1 എന്ന് കിട്ടുന്നു. ഫസ്റ്റ് ഹാർമോണിക്സ് ആണ്, കിട്ടി. റെഡി? നെക്സ്റ്റ് മോഡ്. ദിസ് ഇസ് മോഡ് നമ്പർ 2. മോഡ് 2 ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു? L എന്ന് എടുക്കുന്നു. നിങ്ങൾ പറ, ഇവിടെ എത്ര λ/4 ഉണ്ട്? 1 λ/4, 2 λ/4, 3 λ/4, 4 λ/4. അപ്പോൾ L = 4 λ/4. 4 ക്യാൻസൽ ചെയ്യും. L = λ എന്ന് കിട്ടും.
റെഡി? ഇവിടെ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ന്യൂ2 is equal to v by lambda ആണ്. ന്യൂ2 is equal to v by lambda ആണ്. ലാംഡയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? L കൊടുക്കുന്നു. അപ്പോൾ v by L which is equal to 2 ന്യൂ1. 2 ന്യൂ1. റെഡി? ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കും. ഇത്രയേ ഉള്ളൂ. മോഡ് നമ്പർ 3. മോഡ് നമ്പർ 3. ഇനി ഇവിടെ എത്ര λ/4 ഉണ്ടെന്ന് പറ. ഇതാണ് നമ്മൾ ടോട്ടൽ ലെങ്ത്. പറഞ്ഞോ എത്ര λ/4 ഉണ്ടാവും? 1 2 3 4 5 6 അല്ലേ? സോ എങ്ങനെ എഴുതാൻ പറ്റും? L is equal to 6 λ/4. 6ഉം 4ഉം കട്ട് ചെയ്യുന്നു 3/2 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ L is equal to 3 λ/2. ലാംഡ is equal to 2നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ 12 ആയി, 3നെ താഴോട്ട് കൊണ്ടുവരാൻ 12/3 അല്ലേ? നൗ ന്യൂ3 is equal to v by lambda ചെയ്യുന്നു. ലാംഡയ്ക്ക് പകരം നമ്മൾ ആരെ കൊടുക്കുന്നു? 12/3 കൊടുക്കുന്നു. അപ്പോൾ 3 മുകളിലെത്തും 3v/12. 3 ന്യൂ1 ആണ്. തേർഡ് ഹാർമോണിക്സ് ആണ്. കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇനി നമുക്ക് ജനറൽ ഇക്വേഷനും എന്ത് തന്നെയായിരിക്കും? ഒന്നാമത്തെ എന്താ? v/12. രണ്ടാമത്തെ 2v/12. മൂന്നാമത്തെ 3v/12. അപ്പോൾ ജനറൽ ഇക്വേഷൻ un is equal to n into v/12 സെയിം ആസ് ദാറ്റ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. പരിപാടി സെയിം ആണ്. ന്യൂ1 is to ന്യൂ2 is to ന്യൂ3 ചെയ്യാണ്. എന്ത് കിട്ടും? 1 is to 2 is to 3 എന്ന് കിട്ടും. സോ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ ഓർഗൻ്റെ പൈപ്പിൻ്റെയും എല്ലാ ഇക്വേഷൻസും സെയിം ആണ്. മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ? ഫിഗറിൽ മാത്രം ഒരു ഡിഫറൻസ് ഉണ്ട്, വേറെ ഒരു ഡിഫറൻസും ഇല്ല. ബാക്കി എല്ലാം സെയിം ആണ്. ഓക്കെ റെഡി? പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ആകെ ഒരു പ്രാവശ്യമാണ്, ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഒറ്റ പ്രാവശ്യമാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്ത പ്രാവശ്യം അതിന് 2010 ഇമ്പ്രൂവ്മെൻറ്റിലാണ് ഈ ഓപ്പൺ ഓർഗൻ പൈപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ചോദിച്ചിട്ടില്ല. ഓക്കെ റെഡി? പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. വിച്ച് ഹാർമോണിക് മോഡ് ഓഫ് ദ പൈപ്പ് ഇസ് റെസൊനൻ്റ്ലി എക്സർട്ടഡ് ബൈ 1.1 kHz ഇൻ ആൻ ഓപ്പൺ പൈപ്പ് ഓഫ് ലെങ്ത് 30 cm. വെലോസിറ്റി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? ഏത് ഹാർമോണിക് മോഡാണ് 1.1 kHz ഓപ്പൺ പൈപ്പിൽ എന്ത് ചെയ്യുന്നത്? പോയോ? ലെങ്ത് 30 cm ആണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതോ ഒരു ഫ്രീക്വൻസിയാണ്, ഏതാ നമുക്കറിയില്ല. ഓപ്പൺ പൈപ്പ് ആയതുകൊണ്ട് ജനറൽ ഇക്വേഷൻ എന്താ? n into v/12 ആണ്. ഈ n into v/12 എന്ന് പറയുന്നത് 1.1 kHz ആണ്. അതായത് 1.1 into 10⁻³ ആണ്. അതിൽ n കാണാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് v തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്, n കാണാൻ സുഖമല്ലേ? അപ്പോൾ n is equal to എങ്ങനെയായിരിക്കും? 1.1 into 10⁻³ 12 അങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ 12/v ഇങ്ങോട്ട് വരും. അപ്പോൾ n കാണാൻ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ഇക്വേഷൻസ് സാധനം കൊടുത്താൽ മതി. സോ 1.1 into 10⁻³ into 2 into ലെങ്ത് എത്രയാടാ? ലെങ്ത് എത്രയാ? 30 cm. അപ്പോൾ 30 into 10⁻². മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. വെലോസിറ്റി എത്രയാണ്? 330. ഈ സാധനം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? n equal to 2 എന്ന് കിട്ടും. സിമ്പിളാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാവുക എന്നുള്ളതാണ് ഒരു പ്രത്യേക പരിപാടി. ഓക്കെ റെഡി ആണല്ലോടാ? ക്ലിയർ? ഫൈൻ. നെക്സ്റ്റ് യെസ്, ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഇത് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഓപ്പൺ ഓർഗൻ പൈപ്പ് നമ്മൾ കണ്ടു. 2 തലയും ഓപ്പൺ ആയിട്ടുള്ള പൈപ്പാണ് ഓപ്പൺ ഓർഗൻ പൈപ്പ്. എടാ ഒറ്റ തല ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് വിളിക്കും. ഒരു തല ഓപ്പണും ഒരു തല ക്ലോസ്ഡും. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2 നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് എന്ന് പറയും. ഈ റെസൊണൻസ് കോളം എക്സ്പെരിമെൻ്റ് ആണ് ഈ പറഞ്ഞ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. അതായത് നമുക്കിപ്പോൾ കയ്യിലൊരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഓർഗൻ, ഈ ഒരു ഓർഗൻ പൈപ്പിൻ്റെ അകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യുമ്പം ഈ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയും ഇതിൻ്റെ ഫ്രീക്വൻസിയും ഒരുമിച്ച് വരുന്ന സമയത്ത് റെസൊണൻസ് സംഭവിക്കും. അപ്പോൾ ഒരു മാക്സിമം സൗണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് റെസൊണൻസ് കോളം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഈ ഒരു റെസൊണൻസ് കോളത്തിൽ ഉണ്ടാകുന്നത് എന്തുതന്നെയാണ്? സ്റ്റാൻഡിങ് വേവ്സ് തന്നെയാണ്. റെഡിയാടാ? ഫൈൻ. അപ്പോൾ ഈ റെസൊണൻസ് കോളത്തിൽ ആക്ച്വലി അവർ തമ്മിലുള്ള ആ ഒരു റെസൊണൻസ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്കിതിന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ റെസൊണൻസ് എന്ന് പറഞ്ഞൊരു ഫിനോമിന ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഉണ്ടാകുന്ന വേവ്സ് ഏതാണ്? സ്റ്റാൻഡിങ് വേവ്സ് ആണ്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ ഫിക്സ്ഡ് എൻഡിൽ എപ്പോഴും എന്താ മാർക്ക് ചെയ്യുക? നോഡാണ്. അപ്പോൾ ഇവിടെ നോഡ് ചെയ്യും. ഓപ്പൺ എൻഡിൽ ആര് വരും? ആൻറ്റി നോഡ് വരും. അപ്പോൾ നോഡും ആൻറ്റി നോഡും ഉണ്ടാവും. ക്ലിയർ? ഇവിടെ ഇക്വേഷൻസ് സെയിം അല്ല കേട്ടോ, ശ്രദ്ധിക്കണേ. ടോട്ടൽ ലെങ്ത് നമ്മൾ എന്തെടുക്കുവാണ്? L എന്ന് എടുക്കുവാണ്. റെഡി മക്കളെ? നോഡും ആൻറ്റി നോഡും ആണല്ലോ. നോഡും ആൻറ്റി നോഡും ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാ? λ/4 ആണ് അല്ലേ? അപ്പോൾ L is equal to നമുക്ക് എങ്ങനെ എഴുതാം? λ/4 എന്ന് എഴുതാൻ പറ്റൂലേ? അപ്പോൾ ഇവിടുന്ന് λ is equal to എങ്ങനെ എഴുതാം? 4L എന്ന് എഴുതാം. എഴുതിക്കൂടെ? നമുക്കറിയാം ന്യൂ1 is equal to എന്താണ്? v/λ ആണ്. ലാംഡയ്ക്ക് പകരം നമ്മൾ 4L കൊടുക്കുന്നു. അപ്പോൾ v/4L. സോ ന്യൂ1 is equal to v/4L എന്ന് കിട്ടും. ന്യൂ1 is equal to v/4L എന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്?
ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ്. ആദ്യത്തെ ഹാർമോണിക്സിനാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുക കേട്ടോ. റെഡി? സോ ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ ν1 = V/4L ആണ്. ഇതാണ് എന്ത്? ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. ഓപ്പൺ ഓർഗൻ പൈപ്പും സ്ട്രെച്ചഡ് സ്ട്രിങ്ങിലും എത്രയാ? V/2L ആണ്. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ എന്താ? V/4L ആണ്. സോ ദാറ്റ് ഇസ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ്. ഇനി രണ്ടാമത്തെ മോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് മോഡ് നമ്പർ 2. ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ L എന്ന് എടുക്കുവാണ്. രണ്ടാമത്തെ മോഡിൽ ഒരു ഉണ്ട ഉണ്ടാവും. ഒരു ഉണ്ട പകുതിയും ഒരു ഉണ്ടയും. ഒന്നിൻ്റെ പകുതി കേട്ടോ. ഇവിടെ പകുതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഉണ്ട ഒന്നിൻ്റെ പകുതി. റെഡി? ഓപ്പൺ ഓർഗൻ പൈപ്പിന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇത് ഉണ്ടല്ലാത്ത മിഠായി, ഇതൊരു ഉണ്ടുള്ള മിഠായി, ഇത് രണ്ടുണ്ടുള്ള മിഠായി. ഓക്കെ? ഇനി ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ആദ്യം പകുതി ഉണ്ട, അടുത്തതിൽ 1.5. അങ്ങനെ പഠിച്ചോ. ഒരു ഉണ്ട അതിൻ്റെ അര 1.5, അടുത്തതിൽ 2.5. ഓക്കെ? റെഡി? അപ്പോൾ ഇനി നിങ്ങൾ പറ, നോഡും ആൻറ്റി നോഡും നമ്മൾ ഡിസ്റ്റൻസിലാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ്, എത്ര λ/4 ഉണ്ട് അവിടെ? 1 λ/4, 2 λ/4, 3 λ/4. അപ്പോൾ L = എങ്ങനെ എഴുതാം? 3 λ/4 എന്ന് എഴുതാം. അപ്പോൾ ലാംഡേനെ എങ്ങനെ കാണാൻ പറ്റും? 4 ഇങ്ങോട്ട് 3 താഴോട്ട്. അപ്പോൾ 4L/3 അല്ലേ? 4L/3. അപ്പോൾ ഇവിടെ ν2 നമുക്ക് കാണാം. ν2 = എന്താണ്? V/λ ആണ്. അപ്പോൾ V/λക്ക് പകരം നമ്മൾ 4L/3 കൊടുക്കുന്നു. 4L/3 എന്ത് ചെയ്യും? 3 മുകളിലേക്ക് എത്തും. അപ്പോൾ 3V/4L എന്ന് കിട്ടി. മക്കളെ, ഒന്നാമത്തത് എന്തായിരുന്നു? V/4L ആയിരുന്നു അല്ലേ? സംശയം ഉണ്ടോ? അപ്പോൾ എന്താ കിട്ടിയേ? 3V/4L. ഇതെന്താ സാധനം? 3ν1. എന്താ സാധനം? 3ν1 ആണ് അല്ലേ? ദിസ് ഇസ് 3ν1. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ν2 = 3ν1. അതുകൊണ്ട് തന്നെ നമുക്കിതിന് എന്ത് വിളിക്കാം? തേർഡ് ഹാർമോണിക്സ് എന്ന് വിളിക്കാം. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സെക്കൻഡ് ഹാർമോണിക്സ് എവിടെ? ഇല്ല. ക്ലോസ്ഡ് ഓർഗൻ പൈപ്പിൽ എന്തില്ല? സെക്കൻഡ് ഹാർമോണിക്സ് ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നേരെ എങ്ങോട്ടാണ് ചാടുന്നത്? 3ലേക്കാണ്. തേർഡ് ഹാർമോണിക്സാണ്. റെഡി? അപ്പോൾ സെക്കൻഡ് ഹാർമോണിക്സ് ഇസ് മിസ്സിംഗ്. ആരാ ഉള്ളത്? തേർഡ് ഹാർമോണിക്സ് ആണ് ഇവിടെ ഉള്ളത്. ക്ലിയർ ആണോടാ? ഫൈൻ. ഇനി അടുത്ത മോഡിലേക്ക് നമ്മൾ പോവുകയാണ്. ദിസ് ഇസ് മോഡ് നമ്പർ 3. മോഡ് നമ്പർ 3 ടോട്ടൽ നമ്മൾ L എന്ന് എടുക്കുന്നു. റെഡി? 2.5 ഉണ്ട് അല്ലേ? 2.5 ഉണ്ട്. അപ്പോൾ നോക്കിക്കോ, 1 λ/4, 2 λ/4, 3 λ/4, 4 λ/4, 5 λ/4. റെഡി? സോ L = എങ്ങനെ എഴുതാം? 5 λ/4 എന്ന് എഴുതാം. അപ്പോൾ λ = 4 അങ്ങോട്ട് 4L, പിന്നെയോ 5 താഴോട്ട് വരും. റൈറ്റ്? അപ്പോൾ 4 അങ്ങോട്ട് പോകുന്നു, 4L, 5 താഴോട്ട്. അപ്പോൾ λ = 4L/5 എന്ന് വന്നു. റെഡി? സോ λ = 4L/5 ആണ്. നിങ്ങൾക്കറിയാം ν3 മൂന്നാമത്തെ മോഡിൻ്റെ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ V/λ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു V/4L/5 മുകളിലെത്തും. അപ്പോൾ 5V/4L. ഇതെന്താ സാധനം? 5ν1 ആണ്. ഫോർത്തും ഇല്ല. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫിഫ്ത്ത് ഹാർമോണിക്സ് എന്ന് വിളിക്കും. ഫോർത്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? ഫസ്റ്റ് ഉണ്ട്, തേർഡ് ഉണ്ട്, ഫിഫ്ത്ത് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട്? ഓഡ് ഹാർമോണിക്സ് ഉണ്ട്. ഇവിടെ ആരില്ല? ഈവൻ ഹാർമോണിക്സ് ഇസ് മിസ്സിംഗ്. റെഡി? അപ്പം നമ്മളിവിടെ ജനറൽ ഫോർമുല എങ്ങനെ എഴുതാമെന്നറിയോ? ν1 = 2n - 1 × V/4. എന്താ ജനറൽ ഫോർമുല? 2n - 1 × V/4L. അപ്പോൾ എന്നിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ മോഡിൻ്റെ കിട്ടും. എന്നിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ മോഡിൻ്റെ കിട്ടും. എന്നിന് 3 കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ മോഡിൻ്റെ കിട്ടും. റെഡി? സോ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസിയുടെ റേഷ്യോ എടുക്കുന്നു. ν1 ∗ ν2 ∗ ν3. കാരണം ν1 ν1 ആണ്, ν2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ν1 ആണ്, ν3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ν1 ആണ്. ν1 ക്യാൻസൽ ചെയ്യുന്നു. 1:3:5 റേഷ്യോ കിട്ടി. ക്ലിയർ ആണോ ഈ സാധനം? ഡൗട്ടൊന്നും ഇല്ലല്ലോ? റെഡി അല്ലേ? ഫൈൻ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഗർ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് പ്രൂവ് ചെയ്യുക. ഇനി അതല്ല, ഫിഗർ മാത്രം ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാൻ പറഞ്ഞു, ക്വസ്റ്റ്യനിൽ വന്നു, അതിനുശേഷം നിങ്ങളോട് പ്രൂഫ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ഫോമിൽ എടുക്കുക. എന്നിന് 1 കൊടുക്കുക, എന്നിന് 2 കൊടുക്കുക, എന്നിന് 3 കൊടുക്കുക, ഫ്രീക്വൻസിയുടെ റേഷ്യോ എടുക്കുക, പ്രൂവ് ചെയ്യുക. റെഡി? ഫൈൻ. സോ ദിസ് ഇസ് വാട്ട് ഈസ് ക്ലോസ്ഡ് ഓർഗൻ പൈപ്പ്. ഇവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഡ്രോ ദ പാറ്റേൺ ഓഫ് വേവ് ഫോംസ് ഇൻ ദ ഫസ്റ്റ് 2 ഹാർമോണിക്സ്. ഷോ ദാറ്റ് ഫ്രീക്വൻസീസ് ഓഫ് ഫസ്റ്റ്. ഇതിൽ 2 ചോദിച്ചിട്ടുള്ളൂ കേട്ടോ.
2 മാർക്കിന് കണ്ടോ. അപ്പോൾ ആ രീതിയിൽ ജനറൽ ഫോമുല എടുക്കുക, ജസ്റ്റ് പ്രൂവ് ചെയ്യുക. ഇനി അഥവാ നിങ്ങളോട് ജനറൽ ഫോമുല മറന്നു പോയി കഴിഞ്ഞാൽ ഫിഗർ വെച്ചിട്ട് തന്നെ പ്രൂവ് ചെയ്ത് വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇനി നോക്കിക്കേ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എൻ ഓപ്പൺ പൈപ്പ് ഇസ് ട്വൈസ് ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ക്ലോസ്ഡ് ഓഫ് ദ സെയിം ലെങ്ത്. അതായത് ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയും ക്ലോസ്ഡ് പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ട്വൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ പൈപ്പിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താ? V/2L ആണ്. This is equal to 2 into fundamental frequency of closed pipe ആ പറഞ്ഞത്. 2 into V/4L ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. എടാ 2 into V/4L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുന്നു. അപ്പം എന്ത് വരും? by2 അടിയിൽ വരും അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു V/2, 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ V/2L എന്ന് കിട്ടും. ഹെൻസ് ദ പ്രൂഫ്. സിമ്പിളാ. ഇത് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാ. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഡെറിവേഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു ടോപ്പിക് കൂടാണ് ബാക്കിയുള്ളത്, ദാറ്റ് ഇസ് ബീറ്റ്സ്. അപ്പം നമ്മൾ സ്റ്റാൻഡിങ് വേവ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു 2 വേവ്സ് സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സംഭവമാണ് സ്റ്റാൻഡിങ് വേവ്സ്. ഇനി ബീറ്റ്സ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള വേവ്സ് ആണ്. അവരുടെ ആംപ്ലിറ്റ്യൂഡ് സാധനമൊക്കെ സെയിം ആണ്, പക്ഷേ ഫ്രീക്വൻസിയിൽ ചെറിയ വ്യത്യാസം. ഇപ്പോൾ ഒരാൾക്ക് 250 ആണെങ്കിൽ ഒരാൾക്ക് 255. അങ്ങനെ ചെറിയ ഡിഫറൻസ് ഉള്ള ഫ്രീക്വൻസിയിൽ ചെറിയ ഡിഫറൻസ് ഉള്ള 2 വേവ്സ് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഫിനോമിനയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് എ ഫിനോമിന കോസ്ഡ് ബൈ 2 സൗണ്ട് വേവ്സ് ഓഫ് നിയർലി സെയിം ഫ്രീക്വൻസി ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ട്രാവലിംഗ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അതാണ് എന്ത്? ബീറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബീറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് 250 ഹേർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക്, വേറൊരു ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട് 255 ഹേർട്സിൻ്റെ. രണ്ടും ഓരോ ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്കാണ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ രണ്ടും ഒരുമിച്ച് വൈബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഒരാളുടെ സൗണ്ട് രണ്ടാളുടെ സൗണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എന്താ കേൾക്കുക? ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സാധനം കേൾക്കും. അതാണ് ആക്ച്വലി ബീറ്റ്സ്. അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ട്യൂണിങ്ങിലാണ്. അപ്പോൾ പിയാനോൻ്റെ ഒക്കെ കേസിൽ 2 കീസിന് തൊട്ടടുത്ത ഫ്രീക്വൻസീസ് ആയിരിക്കും. അപ്പോൾ ഈ 2 കീസ് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ബീറ്റ്സ് വരാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെയൊക്കെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് ബീറ്റ്സ് ഫിനോമിന നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വലി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ വേവ്സ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ വേവ്സ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. യെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.25 മണിക്കൂറൊക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? 1:20. ഓക്കെ, സോ യെസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വേവ്സ് എന്ന ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. യെസ്, തിരശ്ശീലവിന് കേട്ടൻ ആർക്ക്? ഫിസിക്സിന് അല്ലേ? പക്ഷേ അല്ല, നമ്മുടെ ഫൈനൽ എക്സാമിന് നമുക്ക് എല്ലാ ചാപ്റ്ററും പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് നമ്മളിങ്ങനെ പഠിച്ച് അടിപൊളിയാക്കി സെറ്റാക്കിയിട്ട് നമ്മൾ പോകും. അപ്പം നമ്മുടെ കൂടെ നിങ്ങളും വർക്ക് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എവിടെ എത്തിക്കാനും നമ്മൾ റെഡിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര ക്ലാസ്സസ് വേണമെങ്കിലും നമ്മൾ തരും. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്തു തരും. എവറിത്തിങ് വിൽ ബി ഇൻ ദിസ് ചാനൽ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ അവർക്കും ഈ ലിങ്കും കാര്യങ്ങളും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ആൻഡ് യെസ്, എന്ത് ചെയ്യുക? കൂടുതൽ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്, +1 പഠിക്കുന്ന ഏതൊക്കെ കുട്ടികളുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ യെസ്, ദാറ്റ്സ് ആൾ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ, സീ യു.